ഞാൻ നിങ്ങൾ NSS എന്ന് പറഞ്ഞപ്പോൾ ഞാൻ NSSലൊന്നും ആക്റ്റീവ് ആയിരുന്നില്ല കോളേജ് സ്കൂളിലെ സമയത്ത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മുടെ ടോപ്പിക് എന്താണ്? ക്രൈംസ്, യൂത്ത് ക്രൈംസ് അല്ലേ? നമ്മൾ വിക്ടിമായിട്ടോ അല്ലെങ്കിൽ നമ്മൾ നാളെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോ നമുക്ക് പല സാധ്യതകളുണ്ടാവും വരാനായിട്ട്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ലീഗലായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ഒരു അവയർനെസ് ആണ് ഞാൻ ഇത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ NSSന്റെ ഞാൻ എന്തെങ്കിലും ചോദിക്കാൻ ഒരാൾക്ക് ആൻസർ ചെയ്യാം. സോ ലെറ്റസ് ഇല്ലെങ്കിൽ ആരെങ്കിലും ചെയ്താൽ മതി. NSSന്റെ മോട്ടോ എന്താ? നിങ്ങളുടെ NSSന്റെ മോട്ടോ വാട്ട് ഇസ് ദ എനിവൺ സേ? NSSന്റെ മോട്ടോ ഇല്ലേ? ആരെങ്കിലും ഒരാള് മൈക്ക് ടേൺ ഓൺ ചെയ്തിട്ട് NSSന്റെ മോട്ടോ പറയൂ. നോട്ട് മീ ബട്ട് യു. യാ യു ആർ റൈറ്റ്. നോട്ട് മീ ബട്ട് യു അല്ലേ? അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മളെപ്പോഴും ചോദിക്കുക, എന്താ ഈ നമ്മൾ എന്തുകൊണ്ടാണ് നിയമം അറിയേണ്ടത്? നമ്മൾ എന്തിനാണ് ലോയെ അറിയുന്നത്? നമുക്ക് നമുക്ക് വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് ലോയുടെ ആവശ്യമില്ലല്ലോ. പലപ്പോഴും സാറ് പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നതിന് കോളേജിലൊക്കെ പോയതിന് ശേഷം പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്, എങ്ങനെ കേസ് വരുന്നത്, എന്താ ഇത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ നമ്മൾ ആലോചിച്ചു, ഞാൻ ഈ NSS എന്നുള്ള സാധനം ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ കാണുന്നത് തന്നെ NSS ഇറ്റ്സെൽഫ് ഈസ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് അല്ലേ? 1969 നിങ്ങൾ പഠിച്ചു കാണും അല്ലെ? ഉണ്ടായ യൂത്ത് അഫേഴ്സിന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുണ്ടായ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് നിങ്ങൾ NSS എന്ന് പറയുന്നത്. അതിന്റെ മോട്ടോയാണ് നിങ്ങൾ എടുത്ത് പറഞ്ഞത്. സോ അപ്പോൾ എവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത്, എല്ലായിടത്തും നമ്മൾ ചുറ്റപ്പെട്ട് കിടക്കുന്നതാണ് ലോ എന്ന് പറയുന്നത്. ഫാക്റ്റ് ആണ്. നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അല്ല, നമ്മൾ പറയും ഭരിക്കുന്നത് മാത്രമാണ് നിയമം, അല്ലെങ്കിൽ യൂണിയൻ ചീഫ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ആൻഡ് അവർ സ്റ്റേറ്റ് ചീഫ് മിനിസ്റ്റർ അത് മാത്രമാണ് ലോ എന്നില്ലേ, കോടതികൾ മാത്രമാണെന്നൊക്കെ വിചാരിക്കും. ബട്ട് ദാറ്റ് ഈസ് റോങ്. ബിക്കോസ് യു ആർ എംബഡഡ്. നമ്മൾ ഈ ലോ നമ്മളെ എംബഡ് ചെയ്തിരിക്കുകയാണ് എല്ലാ കാര്യത്തിലും. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, സപ്പോസ് യു ആർ ബിലോങ് ടു സം റിലീജിയൻസ് അല്ലേ? നിങ്ങളുടെ പള്ളികളിൽ നിയമം ഉണ്ടാവാം, നിങ്ങളുടെ കോളേജുകളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ടെമ്പിളിൽ നിയമം ഉണ്ടാകാം. സോ എവറി ലോ ഇസ് സച്ച് എ പ്രിൻസിപ്പിൾസ് അല്ലേ? അപ്പൊ എന്താ ലോ എന്ന് നമുക്ക് പലരും ചോദിക്കാറുണ്ട്, എന്താ നിയമം എന്തിനാ പഠിക്കുന്നത്? നിയമം ഇല്ലെങ്കിൽ നമുക്ക് ഇറ്റ്സ് ഈക്വൽ ടു വൈൽഡ് ലൈഫ്. അപ്പം നമ്മുടെ സൊസൈറ്റി ഒന്ന് മോണിറ്റർ ചെയ്ത്, സൊസൈറ്റി ഒന്ന് ഒരാൾ പറഞ്ഞു വെച്ചാൽ ലോ ഈസ് സോഷ്യൽ എഞ്ചിനീയറിംഗ്. ലോ ഈസ് നത്തിങ് ബട്ട് സോഷ്യൽ എഞ്ചിനീയറിംഗ്. അപ്പം സൊസൈറ്റിയെ നന്നായിട്ട് എഞ്ചിനീയർ ചെയ്യാനായിട്ട് ആണ് നമ്മൾ ഈ ലോസ് യൂസ് ചെയ്യുന്നത്. ലോസ് ഇല്ലാത്തൊരു ലോകത്തെ കുറിച്ച് നമുക്ക് വി കാൻ തിങ്ക്. ഒരു നിയമം ഇല്ലാന്ന ഒരു ലോകത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. പലപ്പോഴും നിങ്ങൾ ക്ലാസ്സിലൊക്കെ കേട്ടാണ് ഞാനൊരു ഒരു ഒരു ലീഗൽ മാക്സിം പറയാം. അത് എപ്പോഴും നമ്മൾ പറയേണ്ടതാണ്. ഇഗ്നോറൻസ് ഓഫ് ലോ ഇസ് നോട്ട് ആൻ എക്സ്ക്യൂസ്. ഇഗ്നോറൻസ് ഓഫ് ഫാക്ട് മേ ബി ആൻ എക്സ്ക്യൂസ്. നിങ്ങൾക്കൊരു വസ്തുത അറിയാൻ പാടില്ലെങ്കിൽ ഞാനത് ആ വസ്തുത അറിയാൻ പാടില്ലാതെ ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പം യു വിൽ ബി എക്സ്ക്യൂസ്ഡ് ഇൻ ദ കോർട്ട് ഓഫ് ലോ. ബട്ട് ഇഫ് യു ആർ സെയിങ് ദാറ്റ് I have ignorance in law, you can't say like that. നിങ്ങൾ ബസ്സിൽ കയറിയിട്ട് പറയുന്നത് ടിക്കറ്റ് എടുത്ത് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു, കുറ്റകരമാണെന്ന്. യു കാൻ സേ ലൈക്ക് ദാറ്റ് ബിക്കോസ് യു ഷുഡ് നോ എവറി ലോ. അതിനാണ് ഇങ്ങനെയുള്ള നമുക്ക് ഇപ്പോഴേ പ്രത്യേകിച്ച് NSS പോലുള്ള ബോഡീസിൽ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇഗ്നോറൻസ് ഓഫ് ലോ ആദ്യം നിങ്ങൾ പഠിക്കേണ്ട ഒരു പോയിന്റാണ്. ഇഗ്നോറൻസ് ഓഫ് ലോ ഇസ് നോട്ട് ആൻ എക്സ്ക്യൂസ്. ഇഗ്നോറൻസ് ഓഫ് ലോ എന്ന് പറയുന്നത് എക്സ്ക്യൂസേ അല്ല. നിങ്ങൾ ഇപ്പം നിങ്ങൾ 18 ഇയേഴ്സ് ഒക്കെ അടുക്കാറാവുന്നവരാ അല്ലേ? അപ്പോൾ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, നമ്മൾ ക്രൈംസുമായിട്ട് യൂത്തുമായിട്ട് ബന്ധപ്പെട്ട ക്രൈംസ് ആണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. സോ ഫസ്റ്റ് പോയിന്റ് യു ഹാവ് ടു റിമെമ്പർ ഈസ് ഇഗ്നോറൻസ് ഓഫ് ലോ ഇസ് നോട്ട് ആൻ എക്സ്ക്യൂസ്. അതുകൊണ്ടാണ് നമ്മൾ നിയമം അറിയുന്നത്. ഞാൻ പറഞ്ഞു ലോ ഇസ് സംതിങ് ലൈക്ക് സോഷ്യൽ എഞ്ചിനീയറിംഗ്. നല്ല നിയമം ഉണ്ടെങ്കിൽ നമുക്ക് സൊസൈറ്റിയെ നല്ല എഞ്ചിനീയർ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. എവിടെയും യുവർ കോളേജ് യു ഹാവ് ലോ. ഈവൻ ഐ came across your website. NSS is a manual is there. NSS ലോ ഉണ്ട് അല്ലേ? അപ്പൊ ആ ലോയിലൂടെ കാര്യങ്ങൾ പോയാൽ അത് നേരെ പോകും. അതാണ് അതിന്റെ ഒരു പ്രിസംപ്ഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ദ മീനിങ് ഓഫ് വാട്ട് ഈസ് ലോ എന്ന് പറയുന്നത്. ഞാൻ ആദ്യം തന്നെ ഒരു പ്രധാനപ്പെട്ട നിങ്ങൾ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട, നിങ്ങൾ നാളെ യു ബി എ വിക്ടിം ഓർ ബി ആൻ അക്യൂസ്ഡ്. ഇതിൽ ലോയുടെ ക്ലാസ് ആണ്. ബിക്കോസ്
ഇത് സാധാരണ ഞാൻ ക്ലാസ് ഓഫ്ലൈനിലാണ്, ഇതിപ്പോൾ ഓൺലൈനിലെ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ എനി ഡൗട്ട്സ്, കാരണം ഈ ലോ ഈസ് സംതിങ്, ഞാൻ എപ്പോഴും പറയും, ഇറ്റ്സ് എ കോമൺ സെൻസ്, ഇറ്റ്സ് നോട്ട് സെക്ഷൻസ് ആൻഡ് തിയറീസ്, ഇറ്റ്സ് എ കോമൺ സെൻസ്. അപ്പോൾ നിങ്ങൾക്ക് പല ഡൗട്ട്സുകളാണ്, അത് നിങ്ങൾ എന്തൊക്കെയാണ് ഓപ്ഷൻസ് എന്നത് നിങ്ങൾ നോക്കണം. ഹൗ ക്യാൻ യു കമ്മ്യൂണിക്കേറ്റ് ലാസ്റ്റ് ഈ സെഷൻ തീരുന്ന സമയത്ത് നിങ്ങൾ ഡൗട്ട്സ് ചോദിക്കണം. ഓക്കെ, അന്നേരം തന്നെ പ്രസന്റ് ചെയ്യുക, എന്തെങ്കിലും ചെയ്യണം, ചോദിക്കാം, നിങ്ങൾക്ക് ഓരോരുത്തർക്കായിട്ടും ഡൗട്ട്സ് ചോദിക്കാം. സോ ഇറ്റ്സ് ഷുഡ് ബി എ പ്രാക്ടിക്കൽ സെക്ഷൻ. സോ ഫസ്റ്റ് ഓഫ് ഞാൻ ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത് റാഗിംഗ് ആക്ട് ആണ്, പ്രിവെൻഷൻ ഓഫ് റാഗിംഗ് ആക്ട്. ഈ പ്രിവെൻഷൻ ഓഫ് റാഗിംഗ് ആക്ട് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾക്കറിയാം റാഗിംഗ്, അപ്പൊ എപ്പോഴാണ്, ഞാൻ അതിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ്, എപ്പോഴാണ് ലോ ഉണ്ടാവുന്നത്? ഒരു സോഷ്യൽ ഈവിൾ ഉണ്ടാവുമ്പോൾ, നമ്മുടെ സൊസൈറ്റിയിൽ ഒരു ഈവിൾ ഉണ്ടാവുമ്പോഴാണ് അതിനെ കേർബ് ചെയ്യാനാണ് ലോ വരുന്നതെന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഉടനെ പാർലമെന്റ് നിയമം പാസ്സാക്കും. അത് ഓൾ ഇന്ത്യക്കാണെങ്കിൽ യൂണിയൻ ഗവൺമെന്റ് പാസ്സാക്കും. ഫോർ സ്റ്റേറ്റ് ആണെങ്കിൽ അപ്രോപ്രിയേറ്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് ലോ പാസ്സാക്കും. അപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ പഴയ സിനിമകളൊക്കെ കാണാം, റാഗിങ് എന്നൊരു തമാശയായിരുന്നു, അല്ലേ? നിങ്ങളുടെ കോളേജിൽ എനിക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ടത്തെ പ്രോബ്ലം. നിങ്ങളുടെ കോളേജിൽ റാങ്ക് ഇൻസിഡന്റ് വളരെ കുറവായിരിക്കും. എന്താ കാരണം എന്ന് സാറ് പറഞ്ഞു തരാം. സാറെല്ലാം ഞങ്ങളൊക്കെ ലോ കോളേജിൽ പണ്ട് പഠിച്ച ആൾക്കാരാണ്. പല കോളേജിൽ ആദ്യ സമയത്ത് റാഗിങ് നമ്മൾ പറയുമായിരുന്നു. റാഗിങ് എന്താണ്? ഒരു ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു മാർഗമാണ് റാഗിങ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ മെത്തേഡ് ഓഫ് ഇന്ററാക്ഷൻ, മോഡസ് ഓഫ് ഇന്ററാക്ഷൻ എന്ന് പറയും. അല്ലെങ്കിൽ ഷൈനസ് ഒക്കെ ആയിട്ട് വരുന്ന കുട്ടികൾക്ക് സീനിയേഴ്സ് പറയും. അപ്പൊ ആ റാഗിങ്ങിന്റെ ആ ഒരു ഗ്രാവിറ്റി മാറിയപ്പോഴാണ് ലോ ഇടപെടാൻ തുടങ്ങിയത്, അല്ലേ? റാഗിങ് അത് രസകരമായിരുന്നു. പിന്നെ റാഗിങ് മരണത്തിലേക്ക് ഉണ്ടായി. പല സിനിമകൾ കണ്ടാണ്, പഴയ സിനിമകൾ. ഇപ്പോഴും സിനിമകൾ റാഗിങ് കുറവാണ്. എന്താണ്? there was a law in every state, there is a law which prevents ragging. അതാണ് റാഗിംഗ് ആക്ട് എന്ന് പറയുന്നത്. കേരള ഗവൺമെന്റ് 1988 അത് നിങ്ങൾക്കറിയാം, ഒരു ഹൈക്കോടതിയുടെ ഡയറക്ഷൻ പ്രകാരമാണ് അങ്ങനെ ഒരു ജഡ്ജ്മെന്റിലെ ഒബ്സർവേഷൻ പ്രകാരമാണ് അങ്ങനെ ഒരു ലോ പാസ്സാക്കപ്പെടുന്നത്, ദ റാഗിംഗ് പ്രൊഹിബിഷൻ ആക്ട്. ഇത് നിങ്ങൾ അറിയേണ്ട വളരെ കുഞ്ഞു കാര്യങ്ങൾ. നിങ്ങൾ നാളെ ഇനിയിപ്പം ഹയർ സ്റ്റഡീസിന് പോകാം, കേരളം വിട്ടു പോകാം. സോ even though it is applicable in our state, in every state there is a ragging act. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, 2-3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോഴും ഞാൻ റിമൈൻഡ് ചെയ്യാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചോദിക്കണം. കാരണം യു ആർ നോട്ട് ലോ സ്റ്റുഡൻസ് ഓർ ലോയേഴ്സ് അല്ല, അല്ലേ? നിങ്ങൾ ലേ സ്റ്റുഡൻസ് ആണ്. സോ അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സ് ആണ് നിങ്ങൾ ക്ലിയർ ചെയ്യണം. റാഗിംഗ് മീൻസ് എവറി ഒരു മെന്റൽ ആക്ട് ആയാലും മതി, ഫിസിക്കൽ ആക്ട് ആയാലും, ഫിസിക്കൽ ഓർ മെന്റൽ അബ്യൂസ്. യു ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. ഫിസിക്കൽ ഓർ മെന്റൽ അബ്യൂസ് ഈസ് റാഗിങ്. അപ്പൊ ചിലർ ചോദിക്കും, സാറേ ഈ സീനിയേഴ്സ് പിന്നെ ജൂനിയർ സീനിയറിന് റാഗ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഇയറിലെ സ്റ്റുഡന്റ് തേർഡ് ഇയറിനെ വേണമെങ്കിൽ റാഗ് ചെയ്യാം. അങ്ങനെ സീനിയറിന്റെ ആണെന്നും പറയുന്നില്ല. ഒരു മെന്റൽ ആയിട്ടുള്ള ഒരു ഫിസിക്കൽ, ഒരു ക്യാമ്പസിലെ ഒരു സ്റ്റുഡന്റിന് നമ്മൾ കൊടുക്കുന്ന മെന്റൽ ആയിട്ടുള്ള ഫിസിക്കൽ അബ്യൂസ് ആണ് റാഗിങ്. ക്യാമ്പസ് മീൻസ് അതിന് വാസ്റ്റ് ആയിട്ടുള്ള ആംബിറ്റ് ഉണ്ട്. ഇൻ ദ ഹോസ്റ്റൽ ആൾസോ, അല്ലെ? ക്യാമ്പസിന്റെ ക്ലാസ് റൂം മാത്രമില്ല. സോ ഫിസിക്കൽ ആൻഡ് മെന്റൽ അബ്യൂസ് കോൺസ്റ്റിറ്റ്യൂട്ട് റാഗിങ്, അല്ലെ? ഞാൻ സാർ പറഞ്ഞു എന്താ മെന്റൽ അബ്യൂസ്. ചിലപ്പം ടീച്ചർക്ക്, ഇപ്പം ഞാൻ ചില ടീച്ചേഴ്സൊക്കെ ഇരിപ്പുണ്ട്, അല്ലേ? ടീച്ചേഴ്സ് ചിലപ്പോൾ നിങ്ങൾ ചിലടത്ത് പറയുമ്പോൾ നിങ്ങൾക്ക് മെന്റൽ അബ്യൂസ് ആയിട്ട് തോന്നത്തില്ല. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ പേഴ്സൺ, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ വിക്ടിം, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ എഫക്റ്റഡ് പാർട്ടി. അതാണ് ഈ റാഗിംഗ് എന്ന് പറയുന്നത്. എനി ഫിസിക്കൽ ഓർ മെന്റൽ അബ്യൂസ് ഈസ് ടേംഡ് ആസ് റാഗിംഗ്. ഇനി ഇതിന്റെ യഥാർത്ഥ വശങ്ങളിലേക്ക് ഞാൻ വരാം. സെക്ഷൻ 5 റാഗിംഗ് ആക്ട് അനുസരിച്ചിട്ട് 2 years ആണ് ഇംപ്രിസൺമെന്റ്. ഇഫ് യു ആർ ഫൗണ്ട് ഗിൽറ്റി, കോടതി ഗിൽറ്റി ആണെങ്കിൽ 2 വർഷമാണ്. അറിയാം, നമുക്കൊരിക്കലും ഈ റാഗിങ്ങിലേക്ക് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും മനസ്സിലാകും. നിങ്ങളിപ്പോൾ പ്രയോജനപ്പെടുന്നത് ചിലപ്പോൾ നിങ്ങൾ ഇനി ഒരു കോഴ്സിലേക്ക് പോകുമ്പോൾ, പ്രൊഫഷണൽ കോഴ്സിലേക്ക് പോകുമ്പോൾ മനസ്സിലാകും. റാഗിങ് എപ്പോഴും അക്യൂസിന്റെ കാര്യം, വിക്ടിമിന്റെ അവിടെ നിൽക്കട്ടെ, പ്രതികളായിട്ട് വരുന്നത് എപ്പോഴും വളരെ ഓർത്തഡോക്സ് ഫാമിലി, വളരെ ഓർഡിനറി ഫാമിലി ഇതിന്റെ കുട്ടികളായിരിക്കും. കാരണം അവര് ഈ സംഘം ചേരുമ്പോൾ റാഗ് ചെയ്യാന്നൊരു പ്രവണത ഉണ്ടാവുന്നു, അല്ലേ? നമ്മുടെ ജൂനിയേഴ്സ് ഒക്കെ വരുമ്പോൾ, നിങ്ങളിപ്പോൾ സെക്കൻഡ് ഇയർ ആണെന്ന് ടീച്ചർ പറഞ്ഞു, അല്ലേ? അപ്പം ജൂനിയേഴ്സ് ഒക്കെ നമുക്ക് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ വലിയ ഇതില്ല, നമുക്ക് സംഘം ചേരുമ്പോഴാണ് ഒരാളെ ടീസ് ചെയ്യാനുള്ള ഒരു ഇതൊക്കെ വരുന്നത്. അപ്പം വളരെ ഇന്നസെന്റ് വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികളൊക്കെ ഈ റാഗിങ്ങിന് ഇരയായിട്ടുള്ള കേസുകളൊക്കെ സാറിന് അറിയാം. അപ്പൊ വളരെ നമ്മൾ വന്ന് നിന്ന് കൊടുത്താൽ മതി. സപ്പോസ് ഈ ഒരു ആക്ട് സബ്സിക്വന്റ്ലി ഇറ്റ് വിൽ ചേഞ്ച് ടു എ
ഒരു ഡെത്തോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ആ ആദ്യമുള്ള ഇൻസിഡന്റ് റിപ്പോർട്ട് ചെയ്യപ്പെടും. സോ യു വിൽ ബി അക്യൂസ്ഡ് അല്ലേ? കോളേജ് പണി എന്തെങ്കിലും നമ്മൾ ചെയ്തോ? കൂട്ടുകാരോട് നിന്നതേ ഉള്ളൂ. സോ എന്തൊരു മെന്റൽ ആയാലും ഫിസിക്കൽ അബ്യൂസ് ആയാലും ഒരു വിദ്യാർത്ഥി മറ്റൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ചെയ്യുന്നതാണ് റാഗിങ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ്ലി അടുത്തൊരു ഓപ്ഷൻ റാഗിങ് ആക്ട്, അടുത്തൊരു ബോണസ് ഉണ്ട്. ഈ റാഗിങ് ആക്ട് 2 കൊല്ലം കോടതി പണിഷ് ചെയ്തു അല്ലേ? അത് മാത്രമല്ല, ഈ ഒരു അടുത്തൊരു 3 ഇയേഴ്സിലേക്ക് അവനെ സ്കൂളിൽ നിന്ന് കോളേജിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യാം. 3 ഇയേഴ്സിന് ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലും യു മേ നോട്ട് ഗെറ്റ് അഡ്മിഷൻ. അത് ഈ റാഗിങ് ആക്ടിലെ വ്യവസ്ഥയാണ്, സാറ് പറയുന്നതല്ല. റാഗിങ് ആക്ടിൽ പറയുന്നതാണ്, നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടത്തില്ല. സാധാരണ നിങ്ങൾ അല്ലാത്ത കുറ്റകൃത്യം ചെയ്താൽ കഴിഞ്ഞാൽ അഡ്മിഷൻ പ്രോബ്ലം വരില്ല. ബട്ട് ഇഫ് യു ആർ accused in a ragging offense case, 3 years നിങ്ങൾക്ക് വേറെ ഒരു സ്ഥാപനത്തിലും പഠിക്കാൻ പറ്റത്തില്ല. പ്ലസ് ദാറ്റ് കേസ് ആൾസോ, കേസ് അറിയാമല്ലോ നമ്മുടെ നാട്ടിലെ കേസ് എല്ലാം കഴിയുന്ന എത്ര വർഷം കഴിഞ്ഞായിരിക്കും അല്ലേ? കേസൊക്കെ എടുത്ത് നമ്മൾ വലിയൊരു സ്ഥാപനത്തിലൊക്കെ ജോലിയൊക്കെ ചെയ്യുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ അടുത്ത എഡ്യൂക്കേഷനിൽ നമ്മൾ OPM പോകുമ്പോഴായിരിക്കും ഈ കേസ് എല്ലാം വരുന്നത്. സോ ഇറ്റ് ഇസ് ഡിഫിക്കൽട്ട് ഫോർ യു. You should conduct the case അല്ലേ? കേസ് എല്ലാം വരുമ്പോൾ. അപ്പൊ അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്. നമ്മൾ സോ ദ മെന്റൽ ഓർ ഫിസിക്കൽ അബ്യൂസ് ടു എ സ്റ്റുഡന്റ് അഗെയിൻസ്റ്റ് എ സ്റ്റുഡന്റ് ഇൻ എ ക്യാമ്പസ് ഈസ് റാഗിങ്. പിന്നെ അതുകൂടാതെ അവനെ സസ്പെൻഡ് ചെയ്യാം. കോളേജ് കേസോടെ നിൽക്കട്ടെ, സസ്പെൻഡ് ചെയ്യും ഇമ്മീഡിയറ്റ്ലി വിത്തിൻ 7 days സസ്പെൻഡ് ചെയ്യണമെന്നുണ്ട്. അത് മാത്രമല്ല, ഇതിനകത്ത് വളരെ ഞാൻ ഈ ടീച്ചേഴ്സൊക്കെ ഇതിനകത്ത് ശ്രദ്ധിക്കണം കേട്ടോ. ടീച്ചർ നിങ്ങൾ NSS യു ആർ ആൾസോ മോണിറ്റേഴ്സ് അല്ലേ? നല്ല ലീഡേഴ്സ് ആണ് നിങ്ങൾ. അപ്പൊ നിങ്ങൾ ഇത് ശ്രദ്ധിക്കണം. ഡീംഡ് അബേറ്റ്മെന്റ് പ്രൊവിഷൻ ഉണ്ട്. ഡീംഡ് അബേറ്റ്മെന്റ്. Suppose if you are head of an institution, if you are a teacher, suppose even if your a ragging case is reported to you, but you are not responding, you will be made an accused. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് അറിയത്തില്ല. ഇപ്പം തീർന്ന കേസുകൾ ഞാൻ പറയാം. നിങ്ങൾ ആരാ ഇതിനകത്ത് ഇരിക്കുന്നത് എനിക്ക് അറിയത്തില്ല. ഞാനിപ്പോൾ ടീച്ചറിന് പറഞ്ഞു, നിങ്ങൾ ആദ്യത്തെ ഒരു സിസ്റ്റം നോക്കി, പക്ഷെ അത് കണക്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ നാട്ടിലൊരു ഞാൻ കൊട്ടാരക്കാരനാണ് കേട്ടോ, എറണാകുളം ആണ് താമസിക്കുകയെങ്കിലും ഫ്രം കൊട്ടാരക്കര. സോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലൊരു സംഭവം ഉണ്ട്, നിങ്ങൾക്ക് ജനിച്ചാണോന്ന് അറിയത്തില്ല. ഒരു MG യൂണിവേഴ്സിറ്റി റാഗിങ് കേസ് വളരെ റിപ്പോർട്ട് ചെയ്ത കേസാണ്. നമ്മുടെ നാട്ടിലൊരു കൊട്ടാരക്കര അടുത്തുള്ള ഓടനാവട്ടം എന്ന സ്ഥലത്തിലായിരുന്നു ആ പ്രതികളുടെ വീട്, ഓടനാവട്ടം. അപ്പൊ അവിടെ അവർ MG യൂണിവേഴ്സിറ്റിയിൽ എന്തോ അവിടുത്തെ ഓഫ് ക്യാമ്പസ് സ്റ്റുഡൻസ് ആയിരുന്നു. ദ പ്രിൻസിപ്പൾ കേസ് വന്നു, the victim committed suicide, whatever may be, കേസ് വലിയ പ്രശ്നമായി. സപ്പോസ് പിന്നെ എന്തോ ചെയ്തു, the second accused is the principal of that college. The principal suppressed that. നിങ്ങളോട് പറയാൻ നിങ്ങൾ ഉത്തരവാദിത്തമുള്ള കുട്ടികളാണ് അല്ലേ? ഞാൻ ടീച്ചേഴ്സിനെ ലയബിലിറ്റി ഇത് ചെയ്യുമല്ല. I am not getting into their liability, but such an offense, such a serious offense is ragging. അബറ്റ്മെന്റ്, അതായത് ഡീംഡ് അബറ്റ്മെന്റ്, അതായത് വെറുതെ ഇരുന്നാലും അബറ്റ് ചെയ്യാൻ പറ്റും, അബറ്റ്മെന്റിൽ പ്രതിയാക്കാൻ പറ്റും. അങ്ങനെയാണ് ഈ റാഗിന്റെ. ഇപ്പോൾ റാഗിങ് എപ്പോഴും മനസ്സിലാക്കണം, 2 years ബോണസ്, 2 വർഷം ഗോതമ്പ് ഉണ്ട കഴിക്കാം, 2 years. ഓക്കെ. പിന്നെ പിന്നീട് നമുക്കറിയാം, പണ്ട് കാലത്തൊക്കെ പറയാൻ ഞാൻ സാറൊക്കെ പഠിക്കും, കോളേജിലൊക്കെ പഠിക്കും, പറയുന്നത് ദ പോലീസ് ഹാസ് നോ റോൾ ഇൻ ദ ക്യാമ്പസ് എന്ന് പറയുന്നത് അല്ലേ? ഇപ്പൊ പ്രിൻസിപ്പൾ ആരെ ആദ്യം വിളിക്കുന്നത് അല്ലെ? 100 വിളിക്കുന്നത് അല്ലേ? പോലീസിൽ ആദ്യം വിളിക്കുന്നത്. പ്രിൻസിപ്പൾ പോലീസിനെ വിളിക്കും. കാരണം ഇപ്പം കോടതികളിലെല്ലാം വിധിയായി പോലീസ് ഹാസ് എവറി റോൾ ഇൻ ദ ക്യാമ്പസ്. ഇഫ് ദർ ഇസ് എൻ ഒഫൻസ്, ഇഫ് ദർ ഇസ് എ കോഗ്നൈസബിൾ ഒഫൻസ്, പോലീസ് ക്യാൻ എൻ്റർ ഇൻ ദ ക്യാമ്പസ്. അറിയാമല്ലോ, പോലീസൊക്കെ വരുമ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. അപ്പൊ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് റാഗിങ് ഈസ് സച്ച് എ ഹീനിയസ് ഒഫൻസ്. അപ്പൊ ലോ എന്താ സാർ പറയുന്നത് മനസ്സിലായല്ലോ? ഒരു സോഷ്യൽ വിളി വന്നു, അതിനെ കർബ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ലെജിസ്ലേച്ചർ ഇറ്റ് ഈസ് പാസ്ഡ് ബൈ കേരള ഗവൺമെന്റ് 1998. നിങ്ങൾ ജനിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ 98 പണ്ട് റാഗിങ് തമാശയായിരുന്നു. അപ്പൊ പിന്നെ അതൊരു പ്രശ്നമായിട്ട് മാറി. അപ്പൊ നമ്മളെ നിയമസഭ നമ്മൾ ജയിപ്പിച്ച്, നമ്മൾ എന്തൊരു ഡെമോക്രസിയാണ്, ഇൻഡയറക്ട് ഡെമോക്രസി. നമ്മൾ ജയിപ്പിച്ച് നമുക്ക് വേണ്ടി നിയമം ഉണ്ടാക്കുന്നു അല്ലേ? ലോയിസ് നമുക്ക് വേണ്ടി നമ്മൾ ജയിപ്പിച്ചൊരു നിയമം ഉണ്ടാക്കുന്നു. അതാണ് നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ നല്ല വിവരമുള്ളവരൊക്കെ ജയിപ്പിക്കുമ്പോൾ നല്ല നിയമം ഉണ്ടാകും. മനസ്സിലായി? നമ്മൾ എപ്പോഴും ചോദിക്കും, സാർ നേരത്തെ ചോദിച്ചല്ലോ, എന്തിനാ പിന്നെ ലോ പഠിക്കുന്നത്, എന്തിനാ അറിയേണ്ടത്, എന്തിനാ എഡ്യൂക്കേഷൻ ഉള്ളവരെ നമ്മൾ എലക്ട് ചെയ്യുന്നത്? We get such a very good, beautiful laws. Our life will be in peace. They will നമ്മുടെ കാര്യങ്ങൾ അവരവിടെ പറയും.
അല്ലേ? അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ 98-ലാണ് ഈ റാഗിംഗ് ആക്ട് പാസ് ചെയ്യുന്നത്. സോ ആഫ്റ്റർ 98 റാഗിങ് ഈസ് എ ഒഫൻസ്. അപ്പോൾ ഇപ്പം നിങ്ങൾ എന്തുകൊണ്ട് സെൻറ്റ് സർവീസ് കുട്ടികൾ ഇപ്പം അധികം നാള് ടീച്ചറിനെ ചോദിച്ചില്ല, അവിടെ റാങ്ക് കേസ് ഒന്നും വളരെ കുറവായിരിക്കും. കാരണം എന്തുകൊണ്ടാണ്? പലരെയും ഇങ്ങനെ പണിഷ് ചെയ്തു അല്ലേ? സാർ ഓടനാടുത്ത കേസ് പറഞ്ഞില്ലേ, ഈസ് ആൾസോ പണിഷ്ഡ്. ഈ 2 വർഷം എന്ന് പറയുന്നത് മരണമൊക്കെ ഉണ്ടാവും, വേറെ IPC കുറ്റമായിട്ട് മാറും, ഇന്ത്യൻ പീനൽ കോഡ് 302 ആവും, അല്ലെങ്കിൽ സെക്ഷൽ അബ്യൂസ് ആവും 376 ആവും, 354 ആവും, നമുക്ക് ശിക്ഷ മാറും. റാഗിങ് എവറി ഫിസിക്കൽ ഓർ മെന്റൽ അബ്യൂസ് റാഗിങ്. നിങ്ങൾ പാട്ട് പഠിക്കണമെന്ന് തോന്നിക്കുക. ഞാൻ എൻ്റെ ക്യാമ്പസിലെ കാര്യമൊക്കെ പറയാം. നിങ്ങളിപ്പോൾ വളരെ ചേഞ്ച് ആയി. കാരണം എന്തുകൊണ്ട് ചേഞ്ച് ആയി? ലോ വന്നു. ലോ ഇസ് ആൻ എൻഫോഴ്സിങ് ഒരു സിസ്റ്റം വന്നു, ദെൻ അത് ചേഞ്ച് ആയി. അപ്പോൾ ലോ നല്ലതാണോ ദോഷമാണോ? ഒബ്വിയസ്ലി ഇറ്റ് ഇസ് ഗുഡ്. ലോ നന്നായിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ. റാഗിങ് കമ്മിറ്റി ഉണ്ട്, നിങ്ങളുടെ കോളേജിൽ ഉണ്ടാവും. NSSന്റെ കുട്ടികളൊക്കെ അതിൻ്റെ അകത്ത് ആളായിരിക്കും. റാഗിങ് കമ്മിറ്റി ഉണ്ട്. സോ ദിസ് ഈസ് റാഗിങ്. റാഗിങ്ങിന്റെ ഏറ്റവും 2-3 കാര്യങ്ങൾ പോലീസ് ഇതിന്റെ ഒഫൻസ് എല്ലാം ബെയിലബിൾ ആണ്. ബെയിലബിൾ ബെയിലബിൾ ബെയിൽ റൈറ്റ്. കോടതി കൊണ്ട് നമുക്ക് ജാമ്യം കിട്ടും. പക്ഷെ ഇതിലൂടെ പോലീസ് എപ്പോഴും നോൺ ബെയിലബിൾ ആയ കുഞ്ഞു കുഞ്ഞു ഒഫൻസുകളെ പോലീസ് ആഡ് ചെയ്യും. IPC വകുപ്പ് കൂടെ ആഡ് ചെയ്യുമ്പോൾ യു വിൽ ബി റിമാൻഡഡ്. ഇതിന് വേറെ ദോഷം അറിയാമോ? ഇപ്പൊ നമ്മൾ അടൂരൊക്കെ നമ്മൾ ചിലപ്പോൾ വേറെ ദൂരെ നിന്ന് വരുന്ന പഠിച്ചിട്ടൊക്കെ പോകും. ചിലപ്പോൾ നമ്മൾ പൊളിറ്റിക്കൽ പാർട്ടീസിലൊക്കെ ഉള്ളവരായിരിക്കാം. ഞാൻ പറയും നിങ്ങളാരും കുഴപ്പമില്ല, ഞങ്ങളുടെ പണ്ട് സാർ പറയും നിങ്ങളെല്ലാം ഡീസന്റ് കുട്ടികളാണ്, നിങ്ങളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ അഡ്വൈസ് ചെയ്യണം. സാർ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ അഡ്വൈസ് ചെയ്യാൻ പറ്റുന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് പൊളിറ്റിക്കൽ പാർട്ടീസിനോട് കണക്ഷൻ ഉണ്ടാവും. ചിലപ്പോൾ ആ സമയത്ത് ഒരു കേസ് വരുന്ന സമയത്ത് പാർട്ടീസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. വക്കീലിനെ മീറ്റ് ചെയ്യാനും ഹൈക്കോടതി ജാമ്യം എടുക്കാനും ഒക്കെ നമ്മളെ മീറ്റ് ചെയ്യും. ബട്ട് ഇതെല്ലാം കഴിയുമ്പോൾ കേസ് വിളിക്കുന്ന എത്ര വർഷം കഴിയുമല്ലേ? അടൂർ കോടതിയിലൊക്കെ വിളിക്കുമ്പോൾ എത്ര വർഷം കഴിയും? Now we are in a COVID age. The case is being deferred. Case is being adjourned for 2 or 3 years. അപ്പോഴായിരിക്കും നമുക്ക് എവിടെയെങ്കിലും അഡ്മിഷൻ കിട്ടുന്നത്, എവിടെയെങ്കിലും പുറത്തു പോകാൻ പറ്റുന്നത്. അപ്പോഴാണ് നിങ്ങൾ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നത്. സോ ഇറ്റ് ഈസ് പോലീസ് അറസ്റ്റ് ചെയ്യാം അല്ലേ? ഇറ്റ് ഈസ് നോട്ട് കോമ്പൗണ്ടബിൾ. വട്ട് ഈസ് നോട്ട് കോമ്പൗണ്ടബിൾ? നമ്മൾ തമ്മിൽ ഞങ്ങളുടെ വീട്ടിൽ അയൽവക്കം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അയൽവക്കം തർക്കം ഉണ്ടായി. തർക്കം മീൻസ് ഡിസ്പ്യൂട്ട്, പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ട് ഉണ്ടായി. അത് നിങ്ങൾ അങ്ങോട്ട് നിങ്ങളുടെ അപ്പന്മാരെല്ലാം കൂടെ ചേർന്ന് നിന്ന് സെറ്റിൽ ചെയ്തു. അത് തീർക്കാം. ഇറ്റ് ഈസ് കോമ്പൗണ്ടിങ്. യു ക്യാൻ കോംപ്രമൈസ് ദാറ്റ്. റാഗിങ് കേസ് കനോട്ട് ബി കോമ്പൗണ്ടഡ്. എനിക്കറിയാം, ഞാൻ സ്റ്റാർട്ടഡ് മൈ പ്രാക്ടീസ് 2005 പ്രാക്ടീസ് ചെയ്തെങ്കിലും 2008 ഒക്കെ ആയപ്പം ഒരു റാഗിങ് കേസ് വന്നു. അച്ഛൻ ഓടി വന്നേക്കുവാ. അച്ഛൻ മീൻസ് കുട്ടിയുടെ അച്ഛൻ കേട്ടോ. ഇവിടെ വന്ന് പറഞ്ഞു, സാറേ ഇത് രക്ഷയില്ല, അവന് അങ്ങനെ ഇവൻ ഒരു നല്ല പയ്യനാ, ഡീസന്റ് പയ്യനാ സാറേ, വീട്ടിൽ ഒരു കുഴപ്പമില്ല. അല്ല നിങ്ങളുടെ പേരൻസ് ടീച്ചർമാർ നല്ല പയ്യനാ. അതുപോലെ പെൺകുട്ടികൾ നിങ്ങൾ എനിക്ക് കാണാൻ പറ്റുന്ന വളരെ വിഷമമുണ്ട് കേട്ടോ. നിങ്ങളുടെ പേരൊക്കെ പറഞ്ഞ് പറഞ്ഞു തരായിരുന്നു. അപ്പം പെൺകുട്ടികൾ അവരും ചിലപ്പോൾ അവർക്ക് ചിലപ്പം വേറെ ജൂനിയേഴ്സിനെ കാണുമ്പോൾ പാട്ട് പഠിക്കാൻ തോന്നും. സാർ റാഗിങ് അല്ലേ? പാട്ട് പാടുന്നത് എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് പാട്ട് പാടുന്നത് ഇഷ്ടമല്ല. ഐ ഹാവ് ഫ്രീഡം നോട്ട് ടു സിംഗ്. യു ആർ ആസ്കിങ് മീ ടു സിംഗ്. ഇറ്റ്സ് എ റാഗിങ്, ഇറ്റ്സ് എ മെന്റൽ അബ്യൂസ്. അപ്പം ഞാൻ ആ കുട്ടിയുടെ കാര്യം പറഞ്ഞില്ല. അപ്പോൾ അവന് അഡ്മിഷൻ കിട്ടുന്നില്ല, പുറത്ത് പോയി ഇവിടെയൊക്കെ കള്ളത്തരം പറഞ്ഞ് പുറത്ത് പോയി അഡ്മിഷൻ എടുക്കാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ സപ്രസ് ചെയ്തുകൊണ്ട് അപ്പോഴാണ് അറിയുന്നത് കേസ് ഈസ് നോട്ട് കോമ്പൗണ്ടബിൾ. മറ്റേ ഒരു പൈസ വയ്ക്കുകയാണ്. ആരാ? ഈ വിക്ടിമിന്റെ വീട്ടുകാർ. അവർ പറയാൻ പറ്റത്തില്ല, എത്ര ലക്ഷം രൂപ തരണം. ആലോചിച്ച് നോക്കി. സോ ദാറ്റ് ഈസ് റാഗിങ്. റാഗിങ് ഒരു സ്റ്റേറ്റ് ലോസ് ആണ്. ദാറ്റ് ഈസ് റാഗിങ്. ദെൻ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട അടുത്തൊരു ടോപ്പിക്കാണ്, എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ദെൻ പോസ്കോ ആക്ട്. പോസ്കോ നമ്മളെപ്പോഴും പറയും, പോക്സോ നിയമം എന്നൊക്കെ പറയല്ലേ, പോക്സോ എന്നൊക്കെ എപ്പോഴും പറയും. പത്രത്തിൽ പോസ്കോ പ്രകാരം കേസ് എടുത്തു. വീണ്ടും ഞാൻ നിങ്ങളെ റിമൈൻഡ് ചെയ്യാൻ, യു ആർ നോട്ട് ലോ സ്റ്റുഡൻസ്. ഞാൻ അതിന്റെ ഡീപ്പായിട്ട് ഞാൻ പോകുന്നില്ല. യു ഷുഡ് ആസ്ക് സം ക്വസ്റ്റ്യൻസ്. നിങ്ങൾ ഈ മെയിലെങ്കിലും അയച്ചാൽ ഞാൻ ട്രൈ ടു പിന്നെ ഒരു സെഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. എന്തായാലും നിങ്ങൾക്ക് ആ സബ്ജക്റ്റ് കുറച്ച് മനസ്സിലാകത്തുള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞ ലോ ഈസ് നോട്ട് സെറ്റ് ഓഫ് റൂൾസ് ബട്ട് ഇറ്റ് ഈസ് കോമൺ സെൻസ്. സാർ എൻ്റെ അടുത്ത് പറഞ്ഞു ചോദിക്കും, സാർ ഇപ്പം ഞങ്ങളുടെ ഇവിടെ കത്തിയിരിപ്പുണ്ട് അല്ലേ? ഇപ്പം ലോയർ എന്ന് വെച്ചാൽ എന്താണ്? ലോയർ എന്ന് വെച്ചാൽ നമ്മളൊരു പ്രശ്നമായിട്ട് ഒരാൾ വരുന്നു. അത് ഏത് പ്രശ്നമായിക്കോട്ടെ. പലപ്പോഴും എന്നോട് സാറിനോട് ആൾക്കാർ ചോദിക്കാറുണ്ട്, സാറിൻ്റെ ക്രിമിനൽ കേസ് എങ്ങനെ? ക്രിമിനൽ മാത്രമേ ഉള്ളൂ, ഞങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ നല്ല ആൾക്കാരാണ്, പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്ന, എപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ കേസൊന്നും ഉണ്ടാകാറില്ല. നോ,
ലോ ഈസ് യു ആർ സറൗണ്ടഡ് ബൈ ലോ മാൻ. ബിക്കോസ് സിവിൽ കേസ് വരാം, പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ട് വരാം, ടാക്സ് ഡിസ്പ്യൂട്ട് വരാം, അല്ലേ? ഇഫ് യു ആർ ഗവൺമെന്റ് എംപ്ലോയി, യു ആർ എ ടീച്ചർ, പ്രൊഫസർ, യു ഹാവ് സം സർവീസ് ഡിസ്പ്യൂട്ട്, ട്രാൻസ്ഫർ, സോ ആൻഡ് സോ. അപ്പം ഈ ലിറ്റിഗേഷൻ എന്ന് പറഞ്ഞ ഒരു മേഖല മാത്രമല്ല ആദ്യം മനസ്സിലാക്കുക. Now we are IPR, intellectual property rights, സൈബർ ലോ. സോ വളരെ വലിയൊരു മേഖലയാണ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും എല്ലാവരോടും പറയും, അങ്ങനെ ഒരു എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സം സെറ്റ് ഓഫ് കോമൺ സെൻസ് ആണ് ലോ എന്ന് പറയും. ദെൻ അവർ സെക്കൻഡ് ടോപ്പിക് ഇസ് പോസ്കോ ആക്ട്. അപ്പം ഞാൻ ഒന്ന് പറഞ്ഞിട്ടെ, ഇപ്പോൾ ലോയർ ഒരാൾ തേടി വരും, നല്ല ലോയറെ തേടി വരും, നല്ല ഡോക്ടറെ തേടി വരും, അല്ലേ, ചികിത്സയ്ക്ക്. ലോയർ എന്താ ചെയ്യുന്നത്? അയാളുടെ ഫാക്ട് കേൾക്കും, വസ്തുത കേൾക്കും, അല്ലേ? അപ്പം ഞങ്ങൾ പറയും, ഞങ്ങളുടെ ഓരോ വെപ്പണുണ്ട്, ആ വെപ്പൺ അതിനകത്ത് ആവശ്യമുള്ള വെപ്പൺ എടുത്ത് കൊടുക്കുന്ന ജോലി മാത്രമേ ലോയർക്കുള്ളൂ. ഒരു കാര്യങ്ങൾ ഞാൻ പറയാം, എപ്പോഴും പല ആൾക്കാർക്കും സാറിനോട് ചോദിക്കാനൊക്കെ വെച്ചിരിക്കുന്ന ചോദ്യമായിരിക്കാം. ഈ ഞാൻ എപ്പോഴും കണ്ടിട്ടുണ്ട്, പലരും ചോദിക്കുന്നില്ല, ഈ ലോയറിന്റെ ഡ്യൂട്ടി ഇറ്റ്സ് ഓൺലി ടു അപ്പിയർ ഫോർ യു, നത്തിങ്. നിങ്ങൾ രക്ഷിക്കാനൊന്നും ലോയർ പറയത്തില്ല. ഡോക്ടർ എല്ലാവരും ഓപ്പറേഷൻ രക്ഷിക്കൂ? ഡോക്ടർ വിൽ ട്രീറ്റ് യു, ഹി വിൽ ഓപ്പറേറ്റ് യു, അല്ലേ? ഹി വിൽ പ്രൊവൈഡ് യു സർജറി. ലോയർ എന്താ ചെയ്യുന്നത്? ഞാൻ എപ്പോഴും പറയും, പലയിടത്തും പറയാറുണ്ട്. ഞാനൊരു തിരുമേനിമാർ ബിഷപ്സിന്റെ ഒരു കോൺഫറൻസ് അറ്റൻഡ് ചെയ്ത് സംസാരിച്ചായിരുന്നു. ഞാൻ വളരെ ഇതായിട്ട് പറഞ്ഞു, ഈ അച്ഛൻ ചെയ്യുന്ന പണിയാണ്, അച്ഛനും ബിഷപ്പ് തിരുമേനിയൊക്കെ ചെയ്യുന്ന പണിയാണ് വക്കീൽ ചെയ്തെന്ന് പറഞ്ഞു. എന്താണ്? വക്കീൽ ജസ്റ്റിസിന് വേണ്ടി വാദിക്കുകയാണ്, അല്ലേ? ദൈവത്തിനോട് പറയുകയാണ്, അല്ലെങ്കിൽ കോടതി വിടുന്ന സിസ്റ്റം, നമ്മൾ വിശ്വസിക്കുന്ന ഒരു സിസ്റ്റത്തിനോട് പറയുകയാണ്. രക്ഷപ്പെടുത്തേണ്ടത് നമ്മളല്ല. അവൻ എന്തുകൊണ്ടാണ് നിങ്ങളിരിക്കുന്ന ആനി മെറിയ ഉണ്ട്, സോറി മാം ആണല്ലോ, സ്വപ്ന, ആശാമോൾ എല്ലാം ഉണ്ട്, അല്ലേ? ആശാമോൾ, സ്വപ്ന, ആദിത്യ എല്ലാവരും ഉണ്ടല്ലോ, ഐശ്വര്യ, അജ്നാസ് എല്ലാം ഉണ്ട്. അപ്പൊ നിങ്ങൾക്കൊക്കെ ഒരു പ്രശ്നം കാണും. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി അത് പറയും, നിങ്ങൾക്ക് അതിന്റെ ലാംഗ്വേജ് അറിയത്തില്ല, എങ്ങനെ പ്രസന്റ് ചെയ്യണമെന്ന് അറിയത്തില്ല. സോ ദാറ്റ് ഈസ് ബാർ. എന്താ ബാർ? അല്ലെ, ബാർ ബെഞ്ച് എന്ന് പറയും. ബെഞ്ച് മീൻസ് കോർട്ട്, ബാർ മീൻസ് ദ ഗ്രൂപ്പ് ഓഫ് ലോയേഴ്സ് ഈസ് കാൾഡ് ബാർ. നമ്മൾ സാധാരണ ബാർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ബാർ, ബീവറേജ് ബാർ, ആൽക്കഹോൾ ബാർ. എന്താണ് ബാർ എന്ന് പേര് വരാൻ കാരണം? നിങ്ങൾ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ബാർ മീൻസ്, അല്ലെ, സെർവ് ചെയ്യുന്നവരും കൊടുക്കുന്നവരും തമ്മിലുള്ളൊരു ബ്രിഡ്ജാണ് ബാർ. സോ ഈ ബാർ മീൻസ്, അഡ്വക്കേറ്റ് മീൻസ്, കോടതിയെയും ഈ പബ്ലിക്കിന്റെ പ്രോബ്ലത്തെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ലിങ്കാണ് ലോയേഴ്സ് എന്ന് പറയുന്നത്. ദേ ആർ നോട്ട് സേവിയേഴ്സ്. എൻ്റെ അടുത്ത് നിങ്ങൾ ലോയർ, എൻ്റെ അടുത്ത് ലോയർ ആയിട്ട് കേസ് വന്നു കഴിഞ്ഞാൽ ഐ ജസ്റ്റ് ഗീവ് ദം ദ ലീഗൽ ലാംഗ്വേജ്. അവന് പറയണ, ബിക്കോസ് എവരി വൺ ഷുഡ് ബി ഹേർഡ് ബിഫോർ, അല്ലേ? ഒരാളെ സെന്റൻസ് ചെയ്യുന്നതിന് മുമ്പ് അയാളെ കേൾക്കണം. നിങ്ങളുടെ കോളേജിൽ നിങ്ങൾക്കൊരു പ്രൊസീഡിങ് വരുന്നതിന് നിങ്ങളെ കേൾക്കണം. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി പറയുന്ന ആൾ മാത്രമേ ഉള്ളൂ. പലപ്പോഴും അങ്ങനെ തെറ്റായ കാര്യമുണ്ട്. ലോയർ എന്തോ മറ്റേ കേസ് എന്തും ലോയർ അപ്പിയർ ചെയ്തു, ഈസ് ആർ ഡ്യൂട്ടി. സപ്പോസ് യു ആർ എ ഡോക്ടർ, നിങ്ങൾ വീരപ്പം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓപ്പറേഷൻ സർജറി ചെയ്യത്തില്ലേ? സോ അത് ബാക്കിയൊക്കെ ലോയർക്ക് ഡിപ്പെൻഡ് ആണ്, നിങ്ങൾ ആ കേസ് എടുക്കണമെന്നൊക്കെ ഉള്ളത്. എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ്, അതുകൊണ്ട് ഞാൻ അത് ക്ലാരിഫൈ ചെയ്തത്. ലോയർ എന്ന് വെച്ചാൽ അതൊരു ചെയ്യുന്നില്ല, അയാൾക്ക് വേണ്ടിയുള്ള നിയമസഹായം, നിയമ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നു, അതിനാണ് അയാൾ ഫീസ് വാങ്ങിക്കുന്നത്. ദാറ്റ് ഈസ് സിംപ്ലി ലോയറിങ്. നമ്മുടെ സെക്കൻഡ് ടോപ്പിക്കിലേക്ക് കിടക്കാം, പോക്സോ എന്ന് പറയും, അല്ലെ? പോക്സോ എപ്പോഴും നമ്മൾ ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളിപ്പോൾ ചോദിക്കും, സാർ എന്താ ഈ പോസ്കോ ഒക്കെ പറയുന്നത്? പോസ്കോ ഒക്കെ എപ്പോഴും ചർച്ച ചെയ്യേണ്ട ഒരു സംഭവമാണ്. സൊസൈറ്റിയിലൊക്കെ അത് മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഐ വിൽ സേ ദാറ്റ് ഇറ്റ് വിൽ മിസ്യൂസ്ഡ്. യഥാർത്ഥ വിൽക്കുന്നത് കിട്ടുന്നില്ല. ഇനി സാർ പഴയ ഒരു കഥയിലേക്ക് വരും. കഥയൊന്നുമല്ല, 2012 ആണെന്ന് തോന്നുന്നു, അല്ലേ? ഡൽഹി റേപ്പ് കേസ്. നിങ്ങൾക്കിപ്പോൾ നിങ്ങളൊക്കെ കൊച്ചു ഹൈസ്കൂളിൽ പഠിക്കുമായിരിക്കും. ഡൽഹി റേപ്പ് കേസ്. ഡൽഹിയിൽ ഒരു പെൺകുട്ടി, അല്ലേ, റേപ്പ് ചെയ്യപ്പെട്ട് മരിക്കുന്നു ബസ്സിനകത്ത്. വളരെ ബ്രൂട്ടലായിട്ട്. രാജ്യമെല്ലാം വളരെ സെൻസിറ്റീവായിട്ട് കേസായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ട് നടന്നില്ല? ഇവിടുത്തെ എല്ലാ വിദ്യാർത്ഥി സംഘടനകളും എല്ലാ ആൾക്കാരും തെരുവിൽ ആ കുട്ടിക്ക് ജസ്റ്റിസിന് വേണ്ടിയിട്ട് മെഴുകുതി കത്തിച്ചുകൊണ്ട് ഇറങ്ങിയ സംഭവം ഉണ്ടായിരുന്നു. ഡൽഹി റേപ്പ് കേസ്, നിർഭയ കേസ് എന്ന് പറയും. വൈറ്റ് ഇസ് കാൾഡ് നിർഭയ. ആ ഒരു പോയിന്റ് പറഞ്ഞു തരികയാണ്. ഒരു വിക്ടിമിന്, ഒരു സപ്പോസ് യു ആർ എ വിക്ടിം, ഒരു വിക്ടിമായി കഴിഞ്ഞാൽ അവരുടെ പേര് പറയാൻ പാടില്ല. അതിന് അവരുടെ പേര് സംതിങ് ഡിഫറെന്റ്, എന്തോ ജ്യോതി എന്നൊന്നല്ല. കേസ് കഴിഞ്ഞോണ്ട് അപ്പോൾ ജ്യോതി ഞാൻ പറയുന്നത്. നിർഭയ പേര് എക്സ് ഓർ യു വിൽ ബി നെയിംഡ് ആസ് എക്സ് ഓർ വൈ. അത് നിങ്ങൾക്ക് നിയമപരമായിട്ട് ഇടുന്ന പ്രൊട്ടക്ഷനാണ്. വിക്ടിംസ്
names and identities may not be disclosed. കണ്ടില്ലേ വാർത്ത വായിക്കുമ്പോൾ പീഡനത്തിൽ ഇരയായ പെൺകുട്ടി അങ്ങനെ പറയത്തുള്ളൂ അല്ലേ, ഇരയായ സ്ത്രീ എന്നേ പറയത്തുള്ളൂ. ദാറ്റ്സ് പ്രൊട്ടക്ഷൻ, സ്റ്റാറ്റ്യൂട്ടറി പ്രൊട്ടക്ഷൻ ടു എ വിക്ടിം ബൈ ദ ലോ. സോ ഞാൻ ടോപ്പിക്കിലേക്ക് വരാം. അങ്ങനെ ഡൽഹിയിൽ സംഭവം ഉണ്ടായി, 4 പ്രതികളെ പോലീസ് പിടിച്ചു, വളരെ ഇതാക്കി അല്ലേ, തൂക്കി കൊന്നെന്നാ തോന്നുന്നു, ഈ അടുത്തിടയ്ക്ക് തൂക്കി കൊന്നു. അതിനകത്ത് ഒരു പ്രതി മാത്രം, അതായത് പെൺകുട്ടി ഏറ്റവും കൂടുതൽ ഹറാസ് ചെയ്യുകയും ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചയും ഒരു പ്രതി ഈസ് എ മൈനർ, 16 ഇയേഴ്സേ ഉള്ളായിരുന്നു. ആർക്കാ? ഒരു അക്യൂസ്ഡ്, ഒരു പ്രതിക്ക്. അപ്പോൾ എന്ത് ചെയ്തു അവനെ അപ്പം നമുക്ക് ലോ ആക്ട് ഉണ്ടായിരുന്നു, ജൂനൈൽ ജസ്റ്റിസ് ആക്ട്. ആ ജൂനൈൽ സപ്പോസ് 18 ഇയേഴ്സിൽ താഴെയുള്ളവനെല്ലാം ജൂനൈൽസ് ആണ്. അവരെ ഒന്നും ചെയ്യാൻ പാടില്ല, ബെയിൽ കൊടുക്കണം. മാക്സിമം അവരെ 2 ഇയേഴ്സ് മാത്രമേ ഇംപ്രിസൺ ചെയ്യാൻ പാടുള്ളൂ. നോട്ട് they will be not subject to jailing, they will be subject to some reformation school or hostel center. സോ അതാണ് അവന് കിട്ടിയ പണിഷ്മെന്റ്. അപ്പോൾ നമ്മുടെ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പം 16 വയസ്സുള്ളവനാണ് ഏറ്റവും കൂടുതൽ ബ്രൂട്ടലായിട്ട് ആ പെൺകുട്ടിയെ ഇത് ചെയ്യുന്നത്. ഒരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തു, ജെ.എസ്. വർമ്മ കമ്മിറ്റി, സുപ്രീം കോടതി ജഡ്ജ്മെന്റ് വന്നു. അതിനുശേഷം നമ്മുടെ റേപ്പ് ലോസ് എല്ലാം അമെൻഡ് ചെയ്തു. ഈവൻ ദ ഏജ് ഇസ് റെഡ്യൂസ്ഡ്, ഏജ് ഓഫ് ജുവനൈൽ ഈസ് റെഡ്യൂസ്ഡ് ടു 16. ജുവനൈൽ മീൻസ് നമ്മൾ കേസിൽ അകപ്പെടുന്ന കുട്ടി. അതിനകത്ത് ഒരു ക്ലാരിഫിക്കേഷൻ വേണം. നിങ്ങളെ ഇങ്ങനെ പ്രസന്റേഷൻ എത്രത്തോളം അത് പറ്റുമെന്ന് എനിക്കറിയത്തില്ല, ഡൗട്ട്സുകൾ വരണം. സോ അപ്പം ഈ പോസ്കോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ശേഷം ഉണ്ടാക്കിയ വലിയൊരു നിയമമാണ് പോസ്കോ എന്നത്. പോസ്കോ ടീച്ചർ എൻ്റെ അടുത്ത് പറഞ്ഞു, സാർ നടത്തിയ ഒരുപാട് കേസുകൾ, പോസ്കോയെ ബന്ധപ്പെട്ട് ഒരുപാട് കേസുകൾ ഞാൻ നടത്തിയിട്ടുണ്ട്. ഹലോ, പോസ്കോയായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കേസ് ഞാൻ പറയുന്നുണ്ട്. എനിക്ക് നിങ്ങൾക്ക് കുട്ടികൾക്ക് ആദ്യം പറയാനുള്ളത്, നിങ്ങൾക്ക് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ അല്ലേ, ഞാൻ പ്രത്യേകിച്ച് നമ്മുടെ ആമ്പിളേർത്ത് എനിക്ക് പറയണം, ആൺകുട്ടികൾക്ക് പറയാനുള്ളത് കേട്ടോ. ഒരുപാട് ആൾക്കാർക്ക് പറ്റുന്നൊരു അബദ്ധമാണ് ഈ പോസ്കോ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ഞാൻ ആദ്യം അതിലേക്ക് വരാം. ഒരു 3 years ബാക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ഒരു വലിയൊരു കേസ് ഞാൻ അറ്റൻഡ് ചെയ്തു. ഫെമിലിയർ, അതുകൊണ്ട് ഞാൻ പേരൊന്നും പറയുന്നില്ലോ. സോ സ്കൂൾ, അവനൊരു കോളേജിൽ പഠിക്കുന്നു, പെൺകുട്ടി +2 പഠിക്കുന്നു. ഒരു പള്ളിയിലെ എവിടെ കൊണ്ട് വെച്ച് കണ്ടതാണ്, ഇല്ലെങ്കിൽ അമ്പലത്തിൽ വെച്ച് കണ്ടു, ഇല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് കണ്ടു, ക്യാമ്പിൽ വെച്ച് കാണാം അല്ലേ. ബോയ്സ് പ്ലീസ് ലിസൺ, വളരെ പ്രാക്ടിക്കൽ ഒരു കാര്യമാണ് സാർ പറയുന്നത്. കണ്ടു, അവര് ഇഷ്ടമായി, ഈവൻ അവളുടെ വീട്ടിൽ പോവുകയൊക്കെ ചെയ്തു. ഈ +2 പരീക്ഷ എഴുതാൻ പെൺകുട്ടി ഇരിക്കുന്നു, +2, ഷീ ഈസ് നോട്ട് 18 ആയിട്ടില്ല. പോസ്കോയുടെ ഏറ്റവും വലിയ അപകടമാണ്. അവനും 18 കഴിഞ്ഞു, അവൻ 19 ആയി. ഇത് പോസ്കോ പ്രകാരം വളരെ കുറ്റമാണ്. അവനൊരു 50 ദിവസം ജയിലിൽ കിടന്നു, അറിയാമോ? നമ്മൾ നോക്കുമ്പോൾ ബിക്കോസ് ദേ ആർ ഇൻ ലവ്, ഒരു കുഴപ്പമില്ല, പെൺകുട്ടിയുടെ സമ്മതമുണ്ട്. പക്ഷെ അപ്പം അവരുടെ വീട്ടിൽ കേസൊക്കെ വന്നപ്പോൾ വീട്ടുകാരെല്ലാം അവരുടെ സൈഡിൽ നിന്ന് എങ്ങനെയും അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറെ കാര്യം സാറ് പറയുക, 18 ഇയേഴ്സിൽ താഴെയുള്ള പെൺകുട്ടികളുടെ ഗാർഡിയൻ അവരുടെ പേരൻസ് ആണ്. പെൺകുട്ടി പറഞ്ഞതിന് ആ മൊഴിക്ക് വിലയില്ല, പേരൻസ് പറയുമ്പോൾ മൊഴിക്ക് വില. ബിക്കോസ് യുവർ ഗാർഡിയൻ ഈസ് യുവർ പേരൻസ്. ആ പയ്യനെ രക്ഷിക്കാനായിട്ട് പേരൻസ് പറയുമോ? ഇല്ല. പറയും കേസ് എടുക്കാൻ പറയും. സോ വെരി ഡേഞ്ചറസ്. റാഗിങ് ആക്ട് സാർ 2 years ആണെങ്കിൽ ദിസ് ഈസ് വെരി ഹീനിയസ്. 10 years ഇംപ്രിസൺമെന്റ് ഉള്ള വലിയൊരു കേസാണ് പോക്സോ. പോക്സോ കേസ് മീൻസ് 18 ഇയേഴ്സിൽ താഴെയുള്ള, 18 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികൾ, അല്ലെങ്കിൽ പെൺകുട്ടികൾ, ആൺകുട്ടികളെടുത്ത് സെക്ഷൽ അബ്യൂസ് നടത്തുന്നവരുണ്ടാവും. 18 വയസ്സിൽ താഴെയാണ് വിക്ടിമിന്റെ പ്രായമെങ്കിൽ. നാളെ 18 ആയി, ഇന്ന് ഇപ്പോൾ ഒരു പുതിയ കേസ് എനിക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ വളരെ ഈ ലോ പറയുമ്പോൾ എല്ലാം ഓപ്പൺ ആയിട്ട് പറയണം. മറ്റൊരു കേസ് എന്ന് വെച്ചാൽ വളരെ രസകരമായ ഒരു കേസാണ്. നിങ്ങൾ മനസ്സിലാക്കുന്ന കുട്ടീനെ ഇതിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്യും. ചില കേസ് വളരെ, ഞാൻ പറഞ്ഞില്ലയോ ഡൽഹി റേപ്പ് കേസ്, അത്രയ്ക്ക് വളരെ ഇമ്പാക്ട് ഉണ്ടാക്കിയ ഒരു കേസാണ്. അതുകൊണ്ട് നിയമം വരെ മാറിക്കഴിഞ്ഞു. ചിലമാർ ഭയങ്കര പാടായി കേസൊക്കെ പ്രതി ഊരാനായിട്ട്, വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇത് ടാർഗറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്
എടുത്തു. അങ്ങനെ മറ്റൊരു കേസ് ഞാൻ സാർ നടത്തിയ കേസിനകത്ത് ഒരു പെൺകുട്ടിയുടെ വീട്ടില് കഴിക്കണം, ഒരു പെൺകുട്ടിയായാലും അവളെ ഹറാസ് ചെയ്താൽ പോലും, അല്ലെങ്കിൽ ആൺകുട്ടിയായാലും 12 വയസ്സ് താഴെയുള്ള ആൺകുട്ടിയെ ഹറാസ് ചെയ്യുകയോ അല്ലെങ്കിൽ പ്രൈവറ്റ് പാർട്ട് എക്സിബിറ്റ് ചെയ്താൽ പോലും ഈ വകുപ്പ് കേസ് എടുക്കാം. 3 years വകുപ്പ് കുറവാണ് 3 years. മറ്റേതൊക്കെ 10. അത് ഞാൻ ശിക്ഷ പറഞ്ഞുതരാം പോസ്കോയുടെ. സോ അങ്ങനെ മിസ്യൂസ് ചെയ്യാൻ പറ്റും പെൺകുട്ടിയെ. അപ്പം അതിനകത്ത് കേസിൽ അവരുടെ അമ്മയായിട്ട് ഉമ്മരത്ത് വഴക്കുണ്ടായത് ഉടനെ ആ പെൺകുട്ടിയെ ഇങ്ങനെ പ്രൈവറ്റ് പാർട്ട് കാണിച്ചെന്ന് പറയാണ്ട് അതേറെ അറസ്റ്റ്. അത് നമ്മൾ എപ്പോഴും സാർ ആദ്യം പറഞ്ഞ് മനസ്സിലായല്ലോ, ഇഗ്നോറൻസ് ഓഫ് ലോ ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ്. നിങ്ങൾ ഭാരതത്തിലെ പൗരന്മാര് ഇന്ത്യയിൽ പാസ്സാക്കുന്ന എല്ലാ നിയമങ്ങളും അറിഞ്ഞിരിക്കണം അല്ലേ? നമ്മൾ പലപ്പോഴും വീട്ടിൽ ഒതുങ്ങിയിരിക്കുന്നില്ല. അതാ നിങ്ങൾ NSS നോട്ട് മീ ബട്ട് യു. നമ്മുടെ പ്രശ്നം വരുമ്പോഴേ നമ്മൾ എന്ത് ചെയ്യാറുള്ളൂ, പുറത്തൊക്കെ ഇറങ്ങാറുള്ളൂ. നമ്മളെപ്പോഴും വീട്ടിൽ സേഫാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഈ വിക്ടിം സ്റ്റഡീസ് സംസാരിക്കാൻ പറയും, ഒരിക്കലും നിങ്ങൾക്ക് ഇങ്ങനത്തെ അബ്യൂസ് ഉണ്ടായി കഴിഞ്ഞാൽ ഇന്നത്തെ കാലം നിങ്ങൾക്ക് അറിയാമല്ലോ, ഡോണ്ട് ഹാവ് എ ഹെസിറ്റേഷൻ ടു ബ്രിങ് ഇറ്റ് ഔട്ട്. നിങ്ങളുടെ പരാതി കൊടുക്കാനൊക്കെ ഒരുപാട് ഇതുണ്ട്. അത് ബട്ട് എൻ്റെ എപ്പോഴും ഉള്ളത് ഷുഡ് നോട്ട് ബി എ മിസ്യൂസിങ്. ഒരു മിസ്യൂസിങ് ആവരുത്. അല്ലാതെ പോസ്കോ കേസെല്ലാം വളരെ ജെന്യൂനാണ്. ആൺകുട്ടികൾക്കും ഈ പോസ്കോ നിയമം ബാധകമാണ്. സാർ ഈ പണ്ടില്ലായിരുന്നു, 2012 മുമ്പ് ഈ നിയമം ഇല്ലായിരുന്നു, ഉണ്ടായിരുന്നു. അത് ഇന്ത്യൻ പീനൽ കോഡിലെ കുറച്ച് പ്രൊവിഷൻ 376, 354 ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇത് പ്രത്യേക നിയമം വന്നു കുട്ടികൾക്കെതിരെയുള്ള പീഡനം പോസ്കോ. വളരെ നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുന്ന TV എന്തെങ്കിലും പോസ്കോ കേസ് പ്രതി പിടിയിൽ രാത്രിയിൽ FIR ക്രൈം ഫയലോ അങ്ങനെയൊക്കെ വരത്തില്ലേ? ഇതൊക്കെയാണ് പിടിയിലാവുന്നത്. ആണും പെണ്ണും ഇറങ്ങിപ്പോയി. വേറെ കേസ് തക്കല കന്യാകുമാരി പോയി, അവര് രണ്ടുപേരും ചുറ്റാൻ പോയതാ. അവർക്കും 17 വയസ്സേ ഉള്ളൂ. ബി അറസ്റ്റഡ് അല്ലേ? തട്ടിക്കൊണ്ടുപോയത് ആരെ? 17 വയസ്സുകാരി. സോ അതാണ് ഈ പോസ്കോയുടെ ഒഫൻസ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ ആ കേസ് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞില്ല, രണ്ട് ഹോട്ടലിൽ വന്നു, ഹോട്ടലുകാർ വിളിച്ചു പറഞ്ഞു, രണ്ടുപേരെയും ഒരു കൂട്ടുകാരൻ ഒരു കമ്പനിക്ക് വെറുതെ പോയവൻ അവനും പ്രതിയായി. അവൻ 50 days അങ്ങനെ റിമാൻഡിങ് കഴിഞ്ഞു. വളരെ ഗ്രേവ് ആയിട്ടുള്ള ഒരു വകുപ്പാണ് ഇത്. പിന്നെ പലർക്കും ഒരിതുണ്ട്, ഈ 16 years താഴെയുള്ള കുഴപ്പമുള്ളൂ എന്നൊക്കെ പലരും എന്നെ ചോദിക്കാറുണ്ട്. ഇപ്പം പോസ്കോ വന്നതിന് ശേഷം 18 years ആണ് കട്ട് ഓഫ് ഏജ്. നിങ്ങൾ ആരോ ആയിക്കോട്ടെ, 18 വയസ്സ് താഴെയുള്ള ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അവരെ സെക്ഷലി അബ്യൂസ് ചെയ്ത് അതിൻ്റെ ഒരുപാട് തരം പണിഷ്മെന്റ് ഉണ്ട്. ഞാനത് ആൻസർ ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. ദാറ്റ് ഈസ് പോസ്കോ. ഇനി വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോയിന്റ് നിങ്ങൾ എപ്പോഴും ചോദിക്കും, പലപ്പോഴും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകുന്ന ഏരിയ, സാറേ എത്ര പ്രായമുള്ള കുട്ടികളാണ് ഈ കുറ്റവാളികൾ എന്ന് പറയുന്നത്? എത്ര വയസ്സ്, എത്ര ഏജ്? വാട്ട് ഈസ് ഏജ് ഓഫ് ജുവനാലിറ്റി എന്ന് പറയാറ്? സാർ അതിന് 2-3 റൂൾസ് സാറ് പറഞ്ഞുതരാം. 7 വയസ്സ് വരെ ഒരു കുട്ടി ഒരു ഒഫൻസ് ചെയ്യുകയാണെങ്കിൽ ലോ വിൽ ടോട്ടലി എക്സ്ക്യൂസീവ്. നിയമം അയാളെ മുഴുവനായിട്ട് എക്സ്ക്യൂസ് ചെയ്ത് കൊടുക്കും. 7 വയസ്സുള്ള നമ്മൾ നിയമത്തിൽ ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്, ഡോൾ ഇൻ കപ്പാക്സ്. അതായത് ചൈൽഡ് ഈസ് എ ഡോൾ എന്ന് പറയുന്നത്. ചൈൽഡിനെ തിങ്ക് ചെയ്യാനുള്ള ഇതില്ല, അയാളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. 7 വയസ്സ് താഴെയുള്ള കുട്ടികൾ, നിങ്ങളുടെ വീട്ടിൽ ഒരു കുഞ്ഞുണ്ട്, അവളുടെ സ്വപ്നയുടെ തലയ്ക്കൊരു അടി കൊടുത്ത് തേങ്ങ വെച്ചിട്ട് അല്ലേ സ്വപ്ന, അപ്പം സ്വപ്നയ്ക്ക് തലയ്ക്ക് പറ്റി, കൊച്ചിനെ അതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ്? കുട്ടിക്ക് ഇതില്ല, കുറ്റം ചെയ്യാനുള്ള മാനസികാവസ്ഥ ഇല്ലെന്നാണ് നിയമം പറയുന്നത്. അപ് ടു 7 years. 7 to 12 years നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ എഴുതി വെക്കണം, ലാസ്റ്റ് ചോദിക്കണം. 7 to 12 years വിൽ ബി സബ്ജക്ട്. നമ്മളൊരു പഴയ ഒരു സിനിമയുണ്ട്, ജയറാമിന്റെ, കണ്ടിട്ടുള്ള ഓർമ്മയുണ്ട്, ഒരു ജയറാം മകനൊക്കെ അഭിനയിച്ച ഒരു സിനിമ, എന്റെ വീടാ അല്ലെ, ഒരു ജയറാം കാളിദാസനൊക്കെ ജയറാമിന്റെ മകനായിട്ട് അഭിനയിക്കുന്ന സിനിമ. അതിനകത്ത് ഒരു രണ്ടാമത്തെ കുട്ടീനെ അവൻ കൊല്ലും അല്ലേ? എന്റെ വീട് അപ്പൂന്റെ. വെരി ഗുഡ് റൈറ്റ്. അപ്പൊ എന്റെ വീട് അപ്പൂന്റിനകത്ത് ഇവനെന്താ ചെയ്യുന്നത്? ഇവന് ഇളയ കുഞ്ഞ് വന്നപ്പോ ഇവന് സ്നേഹം കുറഞ്ഞു അല്ലേ, അങ്ങനെ അവൻ ചെയ്യുന്ന. അവനൊന്ന് 7 വയസ്സിൽ കൂടുതലുണ്ട്. 7 വയസ്സിൽ കുറവാണെങ്കിൽ ഹി വിൽ ബി ടോട്ടലി എക്സ്ക്ലൂഡഡ്. 7 വയസ്സിൽ കൂടുതലാണെങ്കിൽ, അപ് ടു 12 years ആണെങ്കിൽ
യു വിൽ ബി സബ്ജക്ട് ടു സം ടെസ്റ്റ് എന്ന് വെച്ചാൽ സൈക്കോളജിക്കൽ ടെസ്റ്റ് അല്ല, എന്ത് ചെയ്യും, സം ഇൻട്രോഗേഷൻ. അപ്പം അതിനകത്ത് അവന് ബോധമുള്ളവനാണോ ബുദ്ധി ഉള്ളവനാണോ നിയമം അവന് കണ്ടു കഴിഞ്ഞാൽ അവനെ ജൂനിയൽ കോർട്ടിലേക്ക് അയക്കും. ജൂനിയലിന് കൊടുക്കുന്ന കുറ്റങ്ങൾ കൊടുക്കാം. അതല്ലെങ്കിൽ അവന് ആ 7 വയസ്സ് താഴെയുള്ള ആളുടെ ബെനിഫിറ്റ് കിട്ടും. എന്ത് കഴിഞ്ഞാലും അവന് എല്ലാം ചെമ്പരത്തി പോവാ, ഒന്നും മനസ്സിലാകുന്നില്ല. എന്ത് കഴിഞ്ഞാൽ തിരിച്ചോണ്ടിരിക്കും. നമ്മുടെ ഇതിനകത്ത് നമ്മുടെ NS കുട്ടികളൊന്നും അങ്ങനല്ല കേട്ടോ, എല്ലാം ബുദ്ധിയുള്ളവരാണ്. അപ്പോൾ 7 വയസ്സ് മുതൽ 12 years വരെ. ഇനി സാർ ഇത് പറയാനുള്ള കാരണം, ഈ ഡൽഹി റേപ്പ് കേസ് വന്നപ്പോൾ നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നവരാന്ന് ചിന്തിച്ചാണ്. ഞാൻ പറഞ്ഞത് ഒരുത്തൻ്റെ പ്രായം 16 വയസ്സായിരുന്നു, അവനെ 2 വർഷം വിട്ടു. കാരണം ജൂനിയർ ആക്ട് 22 years പണിഷ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ പാർലമെന്റ് ജൂനിയർ ജസ്റ്റിസ് ആക്ട് അമെൻഡ് ചെയ്തു. എന്നിട്ട് എന്തോ 18 എന്നുള്ളത് 16 16 ആക്കിയിട്ടില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആക്കിയിട്ടില്ല. 16 മുതൽ 18 വരെ പ്രത്യേക ഒരു ഏജ് ഗ്രൂപ്പിനെ എടുത്തു. എന്നിട്ട് പറഞ്ഞു ഹീനിയസ് ഒഫൻസ് 7 years മേലുള്ള ഇംപ്രിസൺമെന്റ് ഒഫൻസ് ആണ് നിങ്ങൾ കമ്മിറ്റ് ചെയ്യുന്നെങ്കിൽ ഒരു അവനെ സൈക്കോളജിക്കലായിട്ട് വിധേയനാക്കണം. മനസ്സിലായല്ലോ? 16 മുതൽ അപ്പം 16 ആനുകൂല്യം പഴയവരില്ല. ഹീനിയസ് ഒഫൻസ് ചെയ്യുന്നെങ്കിൽ അവനെ ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റ് നടത്തിയിട്ട് അവനെ ചിൽഡ്രൻസ് കോർട്ടിലേക്ക് അയക്കണമെന്നാണ് പറയുന്നത്. ജൂനിയർ ജസ്റ്റിസ് ബോർഡിലല്ല. ജൂനിയർ ജസ്റ്റിസ് ബോർഡ് ഇസ് എ സിമ്പിൾ പ്രൊസീജിയർ. ഇവിടെ മാക്സിമം 2 years ഇംപ്രിസൺമെന്റിന് റോസ്റ്റർ സ്കൂളൊക്കെയാണ്. ഇത് 16-18 ഇടയ്ക്കുള്ളവന്മാർക്ക് പ്രത്യേക ഒരു എന്താ നടത്തി, ഹീസ് ഡൂയിങ് എ ഹീനിയസ് ഒഫൻസ് 7 years കൂടുതൽ ഒഫൻസ് ആണോ, അപ്പോൾ അവനെ ടെസ്റ്റ് ചെയ്യണം. നമ്മുടെ അടുത്തൊരു സംഭവം നടന്നു അല്ലേ, പത്തനംതിട്ട അടൂര് അല്ലേ, ഹീനിയസ് ഒഫൻസ്. ഒരു കുട്ടീനെ 2 കുട്ടികൾ ചേർന്ന് അല്ലേ. നമ്മുടെ സമൂഹത്തിന്റെ പോക്ക് നമ്മൾ ആലോചിച്ച് നോക്കി. സോ അതൊക്കെ കോടതിയിൽ അപ്പം ഹീനിയസ് ഒഫൻസ് ആയതുകൊണ്ട് ചിലപ്പോൾ ആ ആനുകൂല്യം കിട്ടത്തില്ല ജൂനിയാലിറ്റിയുടെ. ജൂനിയറിൽ എന്ന് പറഞ്ഞാൽ 18 years പ്രോപ്പർ അല്ല. 16 to 18 യു വിൽ ബി സബ്ജക്ട് ടു സം ടെസ്റ്റ്. അതാണ് ജൂനിയൽ എന്ന് പറയുന്നത്. ഇതാണ് എനിക്ക് ഈ പോസ്കോ നിയമത്തെക്കുറിച്ചും ജൂനിയാലിറ്റിയെ കുറിച്ചും പറയാനുള്ളത്. നെക്സ്റ്റ് അടുത്ത ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ബുക്ക് ചെയ്യപ്പെടാവുന്ന ഒരു ഒഫൻസ് ആണ് സൈബർ ക്രൈംസ് അല്ലേ. സൈബർ ക്രൈം, ഈ സൈബർ ക്രൈം വരുന്നത് യൂണിയൻ ലോ, ഓൾ ഇന്ത്യൻ ലോ ആണ് സൈബർ ആക്ട്. ഓൾ ഇന്ത്യൻ ലോ ആണ് സൈബർ ആക്ട്. 2000 IT ആക്ട്. നിങ്ങളുടെ കോളേജിൽ IT ഒക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. IT ആക്ട് 2000 IT ആക്ട് പാസ്സാവുന്നത്. സൈബർ ക്രൈം IT ആക്ട് പാസ് ഇൻ 2000. അതിനകത്ത് കുറേ ഒഫൻസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ മെനി ഒഫൻസ് ആർ ഇൻ IT ആക്ട് പാസ് ഇൻ 2000. അതായത് നിങ്ങളിപ്പം സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് IT ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കുട്ടികൾക്ക് വേറെ കുറെ കാര്യങ്ങളാണ് അറിയാം. ഹാക്കിങ്, ഞാൻ അതിനകത്തോടൊന്നും പോകുന്നില്ല. ഒരാളുടെ കോമൺ ആയിട്ട് വരുന്ന ചില കേസുകളാണ് സാറ് പറയാൻ പോകുന്നത്. കോമൺ ആയിട്ട് IT ആക്ടിൽ ചെയ്യാൻ പെടാവുന്നത്. ഈ IT ആക്ടിലെ പ്രത്യേകത അറിയാമല്ലോ. നമ്മൾ ഹാബിച്വൽ ഒഫൻഡറോ ഒന്നും ആവണ്ട. പെണ്ണുങ്ങനെ പിടിക്കാൻ പോകുന്നവനോ കൊല്ലാൻ പോകുന്നവനോ മോഷണക്കാരനോ ഒന്നും ആവണ്ട. മോഷ്ടാവോ ഒന്നും ആവണ്ട. വീട്ടിൽ വെറുതെ ഇരുന്നാൽ മതി. സൈബർ IT ആക്ട് നമുക്ക് എന്താവാം, അക്യൂസ്ഡ് ആവാം. IT ആക്ട് യു വിൽ ബി ബുക്ക് അണ്ടർ IT ആക്ട്. IT ആക്ട് എന്ന് അറിയാമല്ലോ. ബൈ ഇമെയിൽ, ബൈ ഫേസ്ബുക്ക്, വാട്സപ്പ്, എനി സോഷ്യൽ മീഡിയ. ഇനിയിപ്പോൾ നിങ്ങൾ വേറെ ഒക്കെ പറയും, പുതിയ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക് മീഡിയ യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന കുറ്റങ്ങൾ. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, 2000 മുന്നേ എന്താ IT ആക്ട് വരാന്? ആശാ മോൾ 2000 മുന്നേ വന്നിട്ടില്ല. കാരണം അന്ന് IT നമ്മൾ അത്ര ഇതായിട്ടില്ല. അപ്പം IT വന്നു തുടങ്ങിയപ്പം IT വന്ന കുറ്റങ്ങൾ കൂടാൻ തുടങ്ങി. സോ അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് IT ആക്ട് പാർലമെന്റ് നടപ്പിലാക്കിയത്, പാസ് ചെയ്തത്. അത് മെയിനായിട്ട് വരുന്ന ഒരു ഒഫൻസാണ്. എനിക്കറിയാം, ഇപ്പം ഈ അടുത്തിടയ്ക്ക് പറയാനായിട്ടിരിക്കുമായിരുന്നു, നമ്മുടെ നാട്ടിലൊരു 2-3 പേര് പോലീസ് റിമാൻഡ് ചെയ്തു. ചൈൽഡ് പോണോഗ്രഫി. One of the case, I am the lawyer for one of the accused.
ലെറ്റ് ഇറ്റ് ബി. ആ ചൈൽഡ് പോണോഗ്രഫി അവിടെ നിൽക്കട്ടെ, അതിന് മുമ്പ് ചില കാര്യങ്ങൾ പറയാം. അന്ന് വന്നിട്ട് നമുക്ക് ചൈൽഡ് പോണോഗ്രഫിയിൽ വരാം. വാട്സപ്പിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ നിങ്ങൾക്ക് ഒരു 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 സ്ത്രീയുടെ അല്ലെങ്കിൽ അവളുടെ ഒരു ചാസ്റ്റിറ്റി ഒന്നും വയലേറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഫോട്ടോസ് ഇടുക, ഷെയർ ചെയ്യുക ഒന്നും പാടില്ല. അത് 3 years വളരെ ഇംപ്രസീവ് ഉള്ള ഒരു കുറ്റമാണ്, നോൺ ബെയിലബിൾ ആയിട്ടൊരു കുറ്റമാണ്. സാർ നടത്തിയൊരു കേസ് പറയാം. ഒരു 10 years ബാക്ക് വില്ലേജ് ഓഫീസർ അറിയാമല്ലോ, ഈ അദ്ദേഹം അയാളൊരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്നു. ഷീ ഹാഡ് സം റിലേഷൻഷിപ്പ് വിത്ത് എ ലേഡി. ഷീ ഈസ് എ മാരീഡ് ലേഡി. ഫിസിക്കൽ ആൻഡ് സെക്ഷൽ റിലേഷൻ വിത്ത് ദാറ്റ് ലേഡി. അതിനുശേഷം ഇയാൾ അവരുടെ ഫോട്ടോസ് എല്ലാം ക്യാപ്ചർ ചെയ്യുന്നു. ഇനിയാണ് ഈ കേസിലേക്ക് വരാൻ പോകുന്നത്. ഈ ഫോട്ടോസ് നാട്ടിലുള്ള ഫ്രണ്ട്സിനെല്ലാം അയച്ചു കൊടുക്കുന്നു. അയാൾ ആദ്യം എക്ക് അയച്ചു കൊടുത്തു, എ ബിക്ക് അയച്ചു കൊടുത്തു, ബി സിക്ക് അയച്ചു കൊടുത്തു, അല്ലേ? വാട്സപ്പ്. അത് നമ്മൾ വീട്ടിലിരുന്ന് ഇങ്ങനെ ചെയ്താൽ മതി. ഇങ്ങനെ കേസ് വരുന്നത് പറഞ്ഞുതരാം. ഡിക്ക് അയച്ചു, ഇക്ക് അയച്ചു, എഫ് മാത്രം എന്ത് ചെയ്തില്ല, ആദർശിന് അവസാനം വായിച്ചു തന്നു. ആദർശ് ആർക്ക് സെൻഡ് ചെയ്തില്ല, ആദർശ് നിന്ന്. കേസ് വാസ് രജിസ്റ്റേർഡ്. ഈ ലേഡിക്കെതിരെ കേസ് വന്നു. സോറി, ലേഡി എന്തോ ചെയ്തു, ഇത് അറിഞ്ഞു. ദാറ്റ് ഓഫീസർ ഈസ് ദ ഫസ്റ്റ് അക്യൂസ്, ഒന്നാം പ്രതിയായി. അയാൾക്കെതിരെ അപ്പം പീഡനമായപ്പോൾ പിന്നെ പീഡനമായല്ലോ. 376 അങ്ങനെയുള്ള പല കേസുകളും IPC പ്രകാരമുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. ബാക്കിയുള്ള ഞാൻ ABCDEF എല്ലാം പറഞ്ഞില്ലേ, അവർക്കെതിരെ ബാക്കിയുള്ള IT ആക്ട് സെക്ഷൻ 67 അനുസരിച്ചിട്ട് FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടു. കേസ് കോടതി വന്നു. മറ്റേ ഈ കണ്ട് ഷെയർ ചെയ്തവരെല്ലാം 20 days they are under custody. 20 days. സോ ഇങ്ങനെ സെക്ഷലി പ്രൊവോക്കിംഗ് ആയിട്ട് നമുക്കറിയത്തില്ല. ഇതിൽ വിക്ടിം ഉണ്ടാകുമ്പോൾ ഒരു പരാതി വരുമ്പോഴാണ് നമ്മൾ ഇത് കേസായിട്ട് വരുന്നത്, അല്ലേ? സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യാതിരിക്കുക, അതൊരു പിന്നെ ലൈക്ക് ചെയ്യാതിരിക്കുക. ഫേസ്ബുക്കിൽ ലൈക്ക് ചെയ്യും. മറ്റൊരു കേസ്, ആ വില്ലേജ് ഓഫീസറിനെ കുറേ നാളായി ഞാൻ ജാമ്യം കിട്ടിയത്. കാരണം അയാൾ ഇത് ഷെയർ ചെയ്ത് കൊടുത്തോണ്ട് കുറച്ചും കൂടെ ഗ്രേവ് ആണെന്ന് പറഞ്ഞു. ടേക്സ് 80 days. അത് മറ്റുള്ളവരുടെ കാര്യം പറഞ്ഞു. IT ആക്ട് 3 years ഇംപ്രിസൺമെന്റ് കിട്ടുന്ന കേസാണ്. പക്ഷെ നോൺ ബെയിലബിൾ ആയതുകൊണ്ട് ഫോർ 20 days they were in custody. മറ്റൊരു കേസ്, നമുക്കറിയാം, നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഈ നരേന്ദ്രമോദി ഫസ്റ്റ് ടൈം വരുന്നതിന് മുമ്പ് പുനലൂര് സംഭവം ഉണ്ടായി. പുനലൂര് പ്രൈം മിനിസ്റ്റർ വരുന്നതിന് മുമ്പ് BJPയുടെ നേതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വളരെ മോശമായ രീതിയിൽ ഫേസ്ബുക്കിൽ വികൃതി ആയതൊരുത്തം ചെയ്ത ചെരുപ്പുമാലയൊക്കെ ഇട്ടിട്ട് പ്രൈം മിനിസ്റ്ററായി അദ്ദേഹം പോസ്റ്റ് ചെയ്തപ്പോൾ എന്ത് ചെയ്ത്, ആരോ പോലീസ് പരാതി കൊടുത്തു. ഇതിൻ്റെ ഒറിജിൻ എവിടുന്നാന്ന് അറിയാമോ? ഇവിടെ നിന്നല്ല ചെയ്തേക്കുന്നത്, ഗൾഫ് കൺട്രീസിനാണ് ചെയ്തേക്കുന്നത്. പക്ഷെ നമ്മുടെ പോലീസ് നല്ല എഫക്റ്റീവ് സൈബർ ഡോം ഉണ്ട്. എല്ലാം ട്രേസ് ചെയ്യുക. അതായത് നിങ്ങൾ എപ്പോഴും വിളിക്കും, വാട്സപ്പിൽ അയച്ച മെസ്സേജ് എല്ലാം പിടിക്കാൻ പറ്റും. നിങ്ങൾക്ക് അറിയാനെക്കാട്ടിയും അതിനുള്ള സംവിധാനങ്ങൾ ഇന്നുണ്ട്. പോലീസിന് IT സെല്ലുണ്ട്. അത് മനസ്സിലാക്കണം. അത് മാത്രമല്ല, ഈ കേസുകളൊക്കെ വേറൊരു പ്രത്യേകത, മറ്റ് പല കേസും നമുക്ക് സാക്ഷിയെ കൊണ്ടൊക്കെ വേണമെങ്കിൽ കണ്ടില്ല, എടുത്തില്ല എന്നൊക്കെ പറയാം. ഇത് ഡയറക്റ്റ് എവിഡൻസ് ആണ്, ട്രേസ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ, അല്ലേ? സോ സയന്റിഫിക് എവിഡൻസ് അഗെയിൻസ്റ്റ് യു. സോ വെരി സീരിയസ് ആയിട്ടുള്ള കുറ്റമാണ് IT ആക്ട് എന്ന് പറയുന്നത്. ഇപ്പം പറഞ്ഞ എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഈ കേസിനകത്ത്, പുനലൂർ നടന്ന കേസിനകത്ത്, പിന്നെ ഇത് ലൈക്ക് ചെയ്തവനെ എന്ത് ചെയ്തു? കാരണം യഥാർത്ഥ പ്രതിയെ കിട്ടിയില്ല. അവൻ ഗൾഫ് കൺട്രീസിലായിരുന്നു, അവൻ അവിടുന്ന് ചെയ്തതാണ്. അപ്പോൾ അവനെ പിടിക്കാനുള്ള സംവിധാനമുണ്ട്. ആദ്യം ഇത് കിട്ടാത്തവനെ കിട്ടിയില്ലെങ്കിൽ ഇവിടെ ഉള്ളവനെ പൊക്കി അവനെ അക്യൂസ്ഡ് ആക്കി. അപ്പോൾ ഇങ്ങനെയുള്ള പോസ്റ്റുകൾ ഷെയർ ചെയ്യുക. നമുക്കറിയാത്ത, നമുക്ക് ചില ആഫ്രിക്കൻ ഫ്രണ്ട്സൊക്കെ ആണ് ഫേസ്ബുക്കിൽ. ആഫ്രിക്ക, സൗത്ത് അമേരിക്ക, നോർത്ത് അമേരിക്കൻ ഫ്രണ്ട്സൊക്കെ കാണും. ചില വലിയ ഗാങ്സ്റ്റേഴ്സ് ആയിരിക്കാം, പല കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പം എന്തെങ്കിലുമൊക്കെ കേസുകളൊക്കെ അവർക്ക് നിങ്ങളെ സംശയിക്കപ്പെടാം.
അതുപോലെ പോലീസ് ഇപ്പം ചെയ്തത് എന്താണെന്ന് അറിയാമല്ലോ. ഇപ്പോൾ നമ്മുടെ ഒരു കേസ് പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചു അല്ലേ. പോലീസ് അവന്റെ ഗൂഗിൾ ഹിസ്റ്ററി നോക്കി എന്തൊക്കെയാണ് അവൻ ഇത് ചെയ്യുന്നത്. അതൊക്കെ ഇന്ന് നിങ്ങളെ മൊത്തം ട്രേസ് ചെയ്യാനുള്ള മാർഗങ്ങൾ ഇന്നുണ്ട്. വളരെ ശ്രദ്ധിക്കേണ്ട മേഖല. ഞാൻ പറഞ്ഞല്ലോ, ട്രഡീഷണൽ കുറ്റവാളിയൊന്നും ആവണ്ട, കൊലപാതകം ചെയ്യാൻ പോകണ്ട, ഒന്നിനും പോകണ്ട, മോട്ടിക്കാൻ പോകണ്ട. വീട്ടിൽ ഇരുന്ന് നമുക്ക് IT ആക്ടിലെ പ്രതിയാവാം. ഇറ്റ്സ് എ ഡിഫറെന്റ് ആക്ട്, IT ആക്ട്. അത് മാത്രമല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ ഒരുപാടുണ്ട്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഒരു 66A എന്നൊരു ആക്ട് ഒഫൻസ് ഉണ്ടായിരുന്നു, സെക്ഷൻ 66A. നമ്മൾ ഒരാളെ ക്രിറ്റിസൈസ് ഒക്കെ ചെയ്യുക. അതുകൊണ്ടാണ് അതിപ്പം കേസ് എടുക്കാൻ പാടില്ല. സുപ്രീം കോടതി ശ്രേയ ഘോഷൽ കേസ് അനുസരിച്ചിട്ട് സുപ്രീം കോടതി പറഞ്ഞു അതിന്റെ ഫ്രീഡം ആണെന്ന് പറഞ്ഞു. നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യാം. പിന്നെ ഒരാളെ ക്രിറ്റിസൈസ് ചെയ്താലും പോസ്റ്റ് ചെയ്യാം. അതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾ പൊളിറ്റിക്കൽ ലീഡേഴ്സിനൊക്കെ എതിരെ ഇങ്ങനെ ട്രോളൊക്കെ ഇറക്കുന്നത്. നേരത്തെ ട്രോളൊക്കെ ഇറക്കി അന്നേരം ജയിലിലാവുമായിരുന്നു. അപ്പൊ അത് സ്ട്രക്ക് ഡൗൺ ചെയ്തു സുപ്രീം കോടതി 66A. മറ്റൊന്നും ചെയ്തിട്ടില്ല. സെക്ഷലി എക്സ്പ്രസ് മെറ്റീരിയലോ അതുപോലെ രാജ്യദ്രോഹപരമായ കാര്യങ്ങൾ, സെക്യൂരിറ്റി ഓഫ് നേഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പാസ് ചെയ്യുമോ? നിങ്ങൾക്കറിയാമല്ലോ പല കാര്യങ്ങളും. നിങ്ങൾ ഇതിനകത്ത് ഇടയ്ക്ക് മീഡിയേറ്റർ ആവുകയോ നിങ്ങൾ ഷെയർ ചെയ്യുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ യു വിൽ ബി ബുക്ക് അണ്ടർ ദിസ് IT ആക്ട് 2000. ഇതാണ് IT. സൈബർ ടെററിസം വരെ ഉണ്ട്. ഇതിനകത്തൊരു സംഭവമാണ് ചൈൽഡ് പോണോഗ്രഫി. ചൈൽഡ് പോണോഗ്രഫി ഇൻ പോസ്കോ നിയമപ്രകാരമല്ല, ജൂനിയർ ജസ്റ്റിസ് ആക്ട് പ്രകാരമൊക്കെ എന്താണ് ചൈൽഡ് പോണോഗ്രഫി നമ്മുടെ നാട്ടിൽ ബാൻഡാണ്. ഇത് ഈ അടുത്തിടയ്ക്ക് ഒരുപാട് ആൾക്കാരെ പോലീസ് ട്രേസ് ചെയ്ത് അറസ്റ്റ് ചെയ്തു. റിമാൻഡ് അങ്ങനെയുള്ള കേസുകളൊക്കെ ഇതിനകത്ത് വരുന്ന ഗ്രേവ് ആയിട്ടുള്ള ഒഫൻസ് ആണ്. നമ്മൾ ഇന്ന് ആദ്യം നോക്കുന്നത് റാഗിങ് ആക്ട് ആണ്, ദെൻ പോസ്കോ, ദെൻ IT ആക്ട്. ഇതും എല്ലാ പ്രൊവിഷൻ നോൺ ബെയിലബിൾ ആണ്. ഇപ്പൊ സാർ അത്രയും പറഞ്ഞതിൽ പോസ്കോയാണ് ഏറ്റവും കൂടുതൽ ശിക്ഷയുള്ളത്. പോസ്കോ ആക്ട്, ദിസ് ഈസ് IT ആക്ട് 3 years ആൻഡ് ഇറ്റ്സ് എ നോൺ ബെയിലബിൾ ഒഫൻസ്. IT ആക്ടിനകത്ത് എന്തെങ്കിലും ഞാൻ കേസ് വല്ലതും വിട്ടുപോയിട്ടുണ്ടോ? ഇല്ല. ആ മോഡിയുടെ കേസ് ഞാൻ പറഞ്ഞു, മോഡി പ്രൈം മിനിസ്റ്ററിന്റെ ഫോട്ടോ ഇട്ട ആളെ പോലീസ് പിടിച്ചു, അവിടെ ഉള്ളവരുണ്ട്. അപ്പൊ നമ്മൾ ഈ ലൈക്ക് ചെയ്യാനും ചില ആൾക്കാർ സാറെ ഷെയർ ചെയ്താൽ കുഴപ്പമുണ്ടോ? ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ അയാളോട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടായാലും ഷെയർ ചെയ്യുന്നതാണ് പോലീസ് അന്വേഷിക്കുന്നത്, കണ്ടുപിടിക്കുന്നത്. സോ യു വിൽ ബി മേ ബി ആൻ അക്യൂസ്ഡ്. പോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത ആൾ മാത്രമല്ല, വേണേൽ നിങ്ങളെ സംശയിക്കപ്പെടാം കേസിനകത്ത്. സോ ദാറ്റ് ഈസ് അബൌട്ട് IT ആക്ട്. ദെൻ നമുക്ക് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് NDPS ആക്ട്. NDPS മീൻസ് നർക്കോട്ടിക്സ്. മോഹൻലാൽ പറഞ്ഞ നർക്കോട്ടിക്സ് ഈസ് എ ഡർട്ടി ബിസിനസ് അല്ലേ, എന്നല്ലേ പറയുന്നത്. വളരെ ഈ അടുത്തിടയ്ക്കൊക്കെ സാറ് വളരെ അറ്റൻഡ് ചെയ്ത ഒരുപാട് കേസുകളുണ്ട്. അതും എപ്പോഴും കൂടുതലും യൂത്താണ് അതിനകത്ത് വിക്ടിം ആവാറുള്ളത്. നമ്മുടെ ഒരു കൊല്ലം ജില്ലയിലെ എന്നാ പറയുന്ന ഒരു പയ്യൻ, അവനെന്തോ BDS സ്റ്റുഡൻ്റാണ്. അവനന്ന് വീട്ടിൽ നിന്ന് എന്താ കേസ് ഇങ്ങനെ വരുന്നത്, വീട്ടിൽ പേരൻസ് പറഞ്ഞു കൂട്ടുകാരൻ്റെ കല്യാണത്തിനാണ് അവനോട് കാർ എടുത്തോണ്ട് പോയതാ. അവൻ്റെ അല്ല, അവൻ്റെ ഫാദറിൻ്റെ ബ്രദറിൻ്റെ കാർ എടുത്തോണ്ട് പോയി. കാർ എടുത്തോണ്ട് പോയി, ഒന്നും അറിയുന്നില്ല. പിറ്റേന്നായപ്പം കോട്ടയം ജില്ലയ്ക്ക് അടുത്തുള്ള ഒരു എക്സൈസ് ഓഫീസിൽ വിളിക്കുന്നു. കാറും 2 കിലോ കഞ്ചാവും മകനെയായിട്ട് അറസ്റ്റ് ചെയ്തെന്ന് പറയുന്നു. അവർ ഞെട്ടിപ്പോയി. കാര്യം എന്തുകൊണ്ട് ഞെട്ടിയെന്ന് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇങ്ങനെ സ്വന്തം മകൻ ഇങ്ങനെ ഒരു കേസിൽ വരുമെന്നുള്ള അവർക്ക് അറിയില്ലായിരുന്നു. അവനും അറിയത്തില്ലായിരുന്നു. അവൻ എന്നോട് പറഞ്ഞ എന്താണെന്ന് അറിയാമോ? അവനെ കണ്ടപ്പോൾ പറഞ്ഞത് സാറേ ഇത് അറിയത്തില്ലായിരുന്നു, കൂട്ടുകാരൻ കാറിൽ കയറിയത് അവന്റെ കയ്യിലായിരുന്നു ഈ ബാഗ്. കാർ ഞാൻ ഓടിച്ചെന്ന് പറഞ്ഞു. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ആക്ടാണ്. പോസ്കോ പോലെ 10 years വരെ ഇംപ്രഷൻ കിട്ടുന്ന സംഭവമാണ്. സാധാരണ നമ്മൾ പറയും ചില കേസുകളൊക്കെ 90 ദിവസം കുറ്റപത്രം കൊടുത്തില്ലെങ്കിൽ നമുക്ക് ജാമ്യം കിട്ടും. 90 പോലും അല്ല, 150 ദിവസമാണ്. ഒരുപാട് നർക്കോട്ടിക്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട്. നർക്കോട്ടിക്സും ഉണ്ട്, ദെൻ സൈക്കോട്രോപിക് സബ്സ്റ്റൻസ്.
സ്റ്റുഡൻസ് പ്ലീസ് സ്റ്റേ ഓൺ ലൈൻ. എനിക്കൊന്ന് റിസോഴ്സ് പേഴ്സൺ എന്തോ കണക്ഷൻ ഇഷ്യൂ എന്തോ ആയിരിക്കാം, ലെഫ്റ്റ് ആയി. ഞാനൊന്ന് നോക്കട്ടെ. നിങ്ങൾ ലീവ് ചെയ്യരുത്, പ്ലീസ് ഡോണ്ട് ലീവ്. എനിക്കൊന്ന് സർ ഹാസ് കം ബാക്ക്. ഓക്കെ. ഓക്കെ. നർക്കോട്ടിക്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് നിരോധിച്ച അല്ലേ, നിരോധിച്ച പ്രോഡക്ട്സ് ആണ് അല്ലെ, കഞ്ചാവ്, കനാബിസ്, ഒരുപാട് കാര്യമാണ് നാർക്കോട്ടിക് ആക്ടിൽ തന്നെ. ആം ഐ ഓഡിബിൾ ഫ്രണ്ട്സ്? ആം ഐ ഓഡിബിൾ? യെസ് യെസ് സർ, യെസ് സർ. എനിക്ക് എന്നെ കാണാൻ പറ്റുന്നില്ല. ഓക്കെ ഓക്കെ. സോ ഇത് ചാർജിന്റെ പ്രശ്നമുണ്ട്. സോ നർക്കോട്ടിക്സ് അതിനകത്ത് നമുക്കറിയാം, കനാബിസ്, കഞ്ചാവൊക്കെ ഒരുപാട് നമ്മുടെ സ്റ്റുഡൻറ്, നിങ്ങൾ അടുത്ത NSS വോളണ്ടിയേഴ്സ് അടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ക്യാമ്പസിലുണ്ടായി അന്നേരം തന്നെ റിപ്പോർട്ട് ചെയ്യണം. ബാക്കി എല്ലാ കുറ്റങ്ങളും നമുക്കറിയാം, കോടതികളെല്ലാം ഈ കാര്യത്തിൽ വളരെ സീരിയസ് ആണ്, ബെയിൽ പോലും കൊടുക്കുന്നില്ല. കാരണം എന്താണെന്ന് അറിയാമോ, ഒരു ജനറേഷൻ തന്നെ നശിപ്പിക്കുന്ന ഒരു വലിയൊരു സംഭവമാണ് നമ്മൾ കാണുന്നത് നർക്കോട്ടിക്സ്. പിന്നെ ടീച്ചേഴ്സൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഏറ്റവും കൂടുതൽ നിങ്ങൾ സ്കൂളിലെ സ്റ്റുഡൻസിനെയാണ് ഏറ്റവും കൂടുതൽ, കൊച്ചിയിലൊക്കെ സ്കൂൾ സ്റ്റുഡൻസ് ആണ് ഇത് യൂസ് ചെയ്യുന്നതാണ് നമുക്ക് കിട്ടിയ വിവരങ്ങൾ. ഒരുപാട് സ്കൂൾ സ്റ്റുഡൻസ് പിടിക്കുന്നുണ്ട്. തന്നെ ഇത് മാത്രമല്ല, ഇതിനകത്ത് നമ്മൾ സാധാരണ പറഞ്ഞ ഈ കനാബിസ് അല്ലെങ്കിൽ കഞ്ചാവ് എന്ന് പറയുന്നതൊക്കെ ഓരോ ക്വാണ്ടിറ്റി അനുസരിച്ചാണ്. ചില കേസുകൾ ബെയിൽ പോലും കിട്ടത്തില്ല. ഞാൻ പറഞ്ഞ കേസിൽ അവൻ ഒരു സ്ഥലത്ത് പോയി എന്തോ അവന് അതിനകത്ത് യൂസ് ഉണ്ട്. അവൻ തിരിച്ചു വരുന്ന വഴി ഫ്രണ്ടിനെ കാറി കയറുന്നു. ഫ്രണ്ടൊന്നുമല്ല, അവൻ ഈ കൂടെ കയറിയവനും നേരത്തെ കേസുള്ള ആളാണ്. ആലോചിച്ച് നോക്കി, നമുക്ക് ഹൗ ക്യാൻ ഐ പ്ലീഡ് ഇന്നസെൻസ്, എനിക്ക് അറിയത്തില്ലെന്ന് പറയാൻ പറ്റുമോ? മേ ബി ഹീസ് ഇന്നസെന്റ്. എന്റെ കാറിൽ കയറിയായിരിക്കും, അവന്റെ കയ്യിൽ ബാഗ് ഉണ്ടായിരുന്നു, ബാഗ് ട്രാപ്പ് ചെയ്യുന്നു, പിടിക്കുന്നു. വിൽ ബി റിമാൻഡഡ്, അഡ്വാൻസ് റിമാൻഡഡ്. അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ മാധ്യമ വിചാരണ പറഞ്ഞു. നമ്മുടെ നാട്ടില് ഈ വന്ന് ഉടനെ TV-യിലും പത്രത്തിലും അങ്ങ് വരും അല്ലേ, യുവാവ് ചാടിപ്പിടിച്ചു, അല്ലെ പോലീസ് ചാടിപ്പിടിച്ചു. നമ്മൾ ഒന്ന് കീഴടങ്ങിയാലും പോലീസ് പറഞ്ഞത് SI ചാടിപ്പിടിച്ചു, അറസ്റ്റ് ചെയ്തു, കീഴടക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാർത്ത വരും, പോലീസിന്റെ പടമൊക്കെ ആയിട്ട് വരും. ശരിയല്ലേ? അതാണ് ആ ഒരു മോറൽ ആയിട്ടുള്ള ഒരു പ്രാണിഷിംഗ് ആണ് ഏറ്റവും നമ്മൾ മനസ്സിലാക്കണം. കേസൊക്കെ പിന്നെ കുറെ ആൾ കഴിയുമ്പോൾ കേസെല്ലാം മാറിപ്പോവും. ചിലപ്പോൾ കേസ് നിങ്ങൾ ശിക്ഷിക്കത്തൊന്നുമില്ല. ദിസ് ടൈപ്സ് ഓഫ് മെന്റൽ ഹറാസ്മെന്റ്, എംബാരസ്മെന്റ് ആണ് ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത്. ഇത് നർക്കോട്ടിക്സും വളരെ കുറ്റകരമായ സംഭവമാണ്. എല്ലാം നോൺ ബെയിലബിൾ ആണ്, എല്ലാ പ്രൊഫഷനും നോൺ ബെയിലബിൾ ആണ്. ഇത് പലതാണ്, ഞാൻ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സൈക്കോട്രോപിക് സബ്സ്റ്റൻസും ഉണ്ട്, പല മെഡിസിൻസ് ഉണ്ട്, ബാൻ ചെയ്ത ഒരുപാട് മെഡിസിൻസ്. അത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള കുറ്റമാണ്. അതിന് കഞ്ചാവിന്റെ അത്രയും ക്വാണ്ടിറ്റി പോലും വേണ്ട. ഇച്ചിരി 1 ഗ്രാമൊക്കെയാണ് കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി, 2 ഗ്രാംസ് കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി. അത് കൈവശം വെച്ചാലും വളരെ ഗുരുതരമായ വലിയൊരു കുറ്റമാണ്. അങ്ങനെയൊക്കെയുള്ള നിങ്ങളുടെ ക്യാമ്പസിലൊക്കെ ഉണ്ടെങ്കിൽ, സാർ ഇങ്ങനെ ക്ലാസ്സിൽ ഇങ്ങനെ കേട്ടു, നിങ്ങൾക്ക് അറിയാമോ, നിങ്ങൾ എനിക്ക് IPC പോലുള്ള അല്ലെങ്കിൽ പോസ്കോ പോലുള്ള കുറ്റം ഇതല്ല, ഇത് പ്രത്യേകം NDPS സ്പെഷ്യൽ കോർട്ടിലാണ് ഇത് കേസ് ട്രൈ ചെയ്യുന്നത്. ജാമ്യം പോലും കിട്ടത്തില്ല, ബെയിൽ കിട്ടത്തില്ല ഇതിനകത്ത്. കാരണം ഇത് ഇറങ്ങി കഴിഞ്ഞാൽ വീണ്ടും കച്ചവടം ചെയ്യുമെന്നും വീണ്ടും പലർക്കും കൊടുക്കുമെന്ന് വിചാരിച്ചു ബെയിൽ കൊടുക്കത്തില്ല. കൊലക്കേസിലാണ് നിങ്ങൾക്ക് 90 days ബെയിൽ കിട്ടും. ഞാൻ പറഞ്ഞില്ലേ, ഇഫ് യു ആർ നോട്ട് ചാർജ് ഷീറ്റ് ഈസ് നോട്ട് ഫൈൽഡ് ബൈ ദ പോലീസ്, യു ഗെറ്റ് ബെയിൽ 90 days. കുറ്റപത്രം കൊടുത്തില്ല, ഇതിനകത്ത് അത് കിട്ടും. ആ പ്രൊവിഷൻ പോലും ഇല്ല. ഇതുമായിട്ട് ബന്ധപ്പെടുന്ന മറ്റൊരു ആക്ടാണ് കോപ്റ്റ എന്ന് പറയും. കോപ്റ്റ അറിയാമല്ലോ, പണ്ട് സാറിൻ്റെയൊക്കെ കുഞ്ഞുനാളില് ഞാൻ കണ്ടുകൊണ്ട് ട്രാൻസ്പോർട്ട് ബസ്സിൽ ഇരുന്ന് സിഗരറ്റ് വലിക്കും ആൾക്കാർ. ട്രാൻസ്പോർട്ട് ബസ്സിലൊക്കെ ഇരുന്ന് അവിടെ പബ്ലിക് സ്മോക്കിംഗ് ഹാബിറ്റ് ഉണ്ടായിരുന്നു ആൾക്കാർക്ക്. അത് ഇല്ലാതായ ഒരു ജഡ്ജ്മെന്റ് ആണ് ദിസ്. അതില്ലായ ഒരു ജഡ്ജ്മെന്റ് ആണ് ഫേമസ് കേസ്, മുരളി എസ് ദിയോറ കേസ് എന്ന് പറയും. സുപ്രീം കോടതി കൺസിഡർ ചെയ്തു. അത് സുപ്രീം കോടതി എന്ത് ചെയ്തു, ദാറ്റ് വാസ് പബ്ലിക് സ്മോക്കിംഗ്, അതിനെ ഒരു ഒഫൻസ് ആക്കി മാറ്റി. പബ്ലിക് സ്മോക്കിംഗ് മസ്റ്റ് ബാൻഡ് ഇൻ പബ്ലിക്. അതൊരു ഒഫൻസ്, സീരിയസ് ആയിട്ടുള്ള ഒരു ഒഫൻസ് ആയിട്ട് പബ്ലിക് സ്മോക്കിങ്ങിനെ സുപ്രീം കോടതി മാറ്റി. അതിനുശേഷം പല സ്റ്റേറ്റുകളും നിയമം കൊണ്ടുവന്നു. അങ്ങനെ ഉണ്ടാക്കിയ നിയമമാണ് കോപ്റ്റ, പ്രിവെൻഷൻ ഓഫ് പബ്ലിക് സ്മോക്കിംഗ് ആക്ട്. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കും, പണ്ട് അപ്പൊ സാറേ ഇങ്ങനെ കേസെടുക്കും? പണ്ട് പറയും കോടതി വിധിക്ക് വിരുദ്ധമായിട്ട് ചെയ്തുകൊണ്ടാണ് കേസ്. ഇപ്പം പുതിയ നിയമം തന്നെ, അതാണ് എക്സൈസിന് കേസെടുക്കാം, സിഗരറ്റ് വലിക്കുക, പബ്ലിക് പ്ലേസിൽ നിന്ന് സിഗരറ്റ് വലിക്കുക. അത് നിങ്ങൾ കാണുന്ന നമ്മുടെ കോപ്റ്റ അനുസരിച്ച് സ്ഥിരം കേസെടുക്കാറുണ്ട്. ഈ നിങ്ങളുടെ കോളേജിൽ ക്യാമ്പസിൽ അങ്ങനെ കുട്ടികളുണ്ടാകുമെങ്കിൽ അവരെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ കണ്ടുപിടിക്കണം, ട്രേസ് ചെയ്യണം,
പാൻപരാഗ്, ശംഭു എന്നുള്ള കുറേ സാധനങ്ങളുണ്ട്. അതെല്ലാം നിങ്ങൾ അടുത്ത കടയിൽ നിന്ന് പിടിച്ച് കടക്കാൻ റിമാൻഡ് ചെയ്യും. അത് നിരോധിക്കപ്പെട്ട വസ്തുക്കളാണ്. ഗുഡ്ക, മറ്റു പുകയില കാര്യങ്ങൾ, അത് ആണ് കോപ്റ്റ എന്ന് പറയുന്ന ആക്ട്. ഇതെല്ലാം നമ്മളുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളാണ്. ഇനി നിങ്ങൾക്ക് അറിയേണ്ടത് മറ്റൊരു ലോ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എപ്പോഴും നിങ്ങൾ മോട്ടോർ വെഹിക്കിൾസ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ? സോ ഒരുപാട് മോട്ടോർ വെഹിക്കിൾസും ഒക്കെ യൂസ് ചെയ്യുന്ന കുട്ടികളാണ്. സോ മെനി നിങ്ങൾക്ക് പോലീസിന് പെറ്റി കേസുകളൊക്കെ വരാം. അതുകൂടാതെ വേറൊരു സംഭവമാണ് 184 and 185 MV ആക്ട്, ഡ്രങ്ക് ആൻഡ് ഡ്രൈവിംഗ് അല്ലേ? ഡ്രങ്ക് ആൻഡ് ഡ്രൈവിങ്ങിന് കേസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇന്ന് 10,000 വരെയാണ് അതിൻ്റെ ഫൈൻ എമൗണ്ട് എന്ന് പറയുന്നത്. ഡ്രൈവിംഗ് ഡ്രിങ്കിങ് ഓർ ഇഫ് യു ആർ കൺസ്യൂമിങ് ആൽക്കഹോൾ ഇൻ പബ്ലിക്, 15C അബ്കാരി ആക്ട്. ഇതെല്ലാം വളരെ ഗുരുതരങ്ങളായ കുറ്റങ്ങളാണ്. 15C അബ്കാരി ആക്ട്, ഡ്രങ്ക് ആൻഡ് ഡ്രൈവിംഗ്, ഇതെല്ലാം വരുന്നത് ഞാൻ പറഞ്ഞല്ലോ കോപ്റ്റ ആക്ടും അതുപോലെ അബ്കാരി ആക്ടുമാണ്. നമുക്ക് പിന്നെ അറിയാം, നമ്മൾ ഈ ലോക്ക്ഡൗൺ സമയത്ത് കുറേ നാൾ ലോക്ക്ഡൗൺ സമയത്ത് ആദ്യത്തെ സമയത്ത് പ്രത്യേകം കേസുകളൊന്നും ഇല്ലായിരുന്നു. ഒരു പോലീസ് സ്റ്റേഷനിലും യാതൊരു കേസുകളും ഇല്ലായിരുന്നു. കേസിന്റെ ഇതെല്ലാം കൂടി. കാരണം എന്ന് വെച്ചാൽ എന്താ? കേസിന്റെ ഇത് കൂടാനുള്ള കാരണം ജനങ്ങൾ പുറത്തോട്ടിറങ്ങി. ആദ്യം കോവിഡിന് വീട്ടിൽ അടച്ചിരുന്ന ആൾക്കാർ പുറത്തിറങ്ങി കേസ് എടുക്കാൻ തുടങ്ങി. ആദ്യം നമ്മുടെ നാട്ടിലേക്ക് റിപ്പോർട്ട് ചെയ്ത കേസാണ്, കേട്ടായിരുന്നു, ചാരായം പിടിച്ചകത്തായി. ചാരായം ഈസ് എ ഇല്ലിസിറ്റ് ഡ്രിങ്ക്. നമ്മൾ മറ്റു ഡ്രിങ്കിൻ്റെ കൂടെ അല്ല ചാരായം, നിരോധിക്കപ്പെട്ടൊരു വസ്തുവാണ്. അതും ഞാൻ ഈ പറഞ്ഞ 10 years ഇംപ്രിസൺമെന്റ് ഇടുന്ന ഒരു സംഭവമാണ്. ഇഫ് യു ഹാവ് one glass of arak, it is a non-bail offense. മറ്റു ലിക്കറിൻ്റെ കൂട്ടല്ല. അതുകൊണ്ടാണ് അന്ന് ചാരായം നിങ്ങളിപ്പം പേപ്പറൊക്കെ വായിക്കണം, NSS സ്റ്റുഡൻസ് എന്തൊക്കെ കേസുകളാണ് എടുക്കുന്നത്. അപ്പം അന്ന് സമയത്ത് ഇവിടെ എന്തില്ലായിരുന്നു, ലിക്കർ ബാൻ ചെയ്ത സമയത്തായിരുന്നു. അപ്പം പീപ്പിൾ യൂസ് ടു കൺസ്യൂം ദിസ് അരാക്ക് അല്ലെങ്കിൽ വാറ്റ്, എന്ത് നമ്മളല്ലേ ഫെർമെന്റ് ചെയ്യാൻ തുടങ്ങി. അവിടെ ഇവിടെയൊക്കെ ചെയ്യാൻ തുടങ്ങി. ഏറ്റവും വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കുറ്റമാണ് അബ്കാരി. സെക്ഷൻ 81 and 82, 10 years വരെ ഇംപ്രിസൺമെന്റ് ഉള്ള ഒരു കുറ്റമാണ് 81 and 82. ഇതെല്ലാം പറയും. നിങ്ങൾക്ക് രണ്ട് സൈഡ് ഉണ്ടാവും. നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സുകൾ വന്നതാണ് ഞാൻ ഇത്രയും പറഞ്ഞ സംസാരിക്കും. അപ്പം നിങ്ങൾക്ക് either you will be in victim side, you will be in accused side. നമ്മൾ ആരും ചിലപ്പം നമുക്കൊരു ആ സമയത്ത് നിയമപരമായ അസിസ്റ്റൻസ് കിട്ടിയെന്ന് വരത്തില്ല. അതാണ് നമ്മളിത് മനസ്സിലാക്കണം. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാം ഇങ്ങനെ ചെയ്തുകൂടാ. സാർ ഇന്ന് ക്ലാസ്സിൽ പറഞ്ഞു അല്ലേ, 15C പബ്ലിക് പ്ലേസ് ഡ്രിങ്ക് ചെയ്യുക, പബ്ലിക് സ്മോക്കിംഗ്, കോപ്റ്റ ആക്ട്, സോ മെനി തിങ്സ് ആണ്. ഇതൊക്കെയാണ് നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ചില ആക്ട്. ഞാൻ ഒരു 2-3 ഈ നമ്മുടെ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഞാനിത് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങളുടെ ഡൗട്ട്സ്, നിങ്ങളുടെ ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾ ചോദിക്കണം. അതിൽ കൂടുതൽ സമയം ചിലവാക്കാനാണ് ഞാൻ ആഗ്രഹിക്കുകയാണ്. സോ നിങ്ങൾ ഇനി അറിയാനുള്ളത്, നിങ്ങൾക്കറിയാം കോവിഡ് വന്നല്ലേ, കോവിഡ് പാൻഡമിക് അല്ലേ, നമ്മുടെ ഒരു പുതിയ ലൈഫ് സ്റ്റൈലിലേക്ക് നമ്മൾ വന്നു. നമ്മൾ പുതിയ ടേംസ് ഒക്കെ പഠിക്കാൻ തുടങ്ങി. ലോക്ക്ഡൗൺ, കണ്ടെയ്ൻമെന്റ്, ക്വാറന്റൈൻ, ഒക്കെ പുതിയ കാര്യങ്ങൾ നമ്മൾ ലോകം മൊത്തം പഠിക്കാൻ തുടങ്ങി. ഞാൻ വിചാരിച്ചു, ഈ ആദ്യ സമയത്ത് പോലീസ് ഫ്രണ്ട്സ് ഒക്കെ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞെന്താ സാർ, ഈ നമ്മുടെ ഞാനൊരു സിനിമ ഉണ്ട്, അനാർക്കലി എന്ന സിനിമ അല്ലേ, ലക്ഷദ്വീപ് പശ്ചാത്തലത്തിലുണ്ടാക്കിയ സിനിമയാണ്. ഈ ലക്ഷദ്വീപിലെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാമോ? ടൂറിസ്റ്റ് പ്ലേസ് മാത്രമല്ല, ഇവിടെ ക്രൈം റേറ്റ്സ് വളരെ കുറവാണ്. പല പോലീസ് സ്റ്റേഷനിലും 0 FIR ആണ്. നമ്മുടെ ആൾക്കാർ കൂടുതലും മറ്റുള്ള കാര്യങ്ങളൊക്കെ അവിടെ കൂടുതൽ ഈ പൊളിറ്റിക്കൽ രാഷ്ട്രീയ കാര്യങ്ങളിലൊക്കെ ഡിസ്പ്യൂട്ടൊക്കെ ഉണ്ട്. ക്രിമിനൽ കേസ് വളരെ കുറവാണ്. ഇപ്പം കുറച്ചൊക്കെ ഉണ്ട്, നമ്മൾ വളരെ കുറവായിരുന്നു. അവിടെ ആൾക്കാർ തമ്മിൽ അങ്ങനെ കേസൊന്നും ഉണ്ടാകാറില്ല, വഴക്കും അടിയൊന്നും ഉണ്ടാകാതെ ചില പോലീസ് സ്റ്റേഷൻ ലക്ഷദ്വീപിലുണ്ട്. നമ്മുടെ പോലീസ് സ്റ്റേഷൻ അതേപോലെ വന്നെന്നാണ് പോലീസ് ഓഫീസേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞത്. കാര്യം ആരും പുറത്തിറങ്ങുന്നില്ല. അങ്ങോട്ട് ഇറങ്ങിയ ലോക്ക്ഡൗൺ അല്ലേ, നിങ്ങൾ അടൂർ ജംഗ്ഷൻ ഇറങ്ങിയ ലോക്ക്ഡൗൺ, കൊട്ടാരക്കര ബസ് സ്റ്റാൻഡ് എടുത്ത് ഇറങ്ങിയ ലോക്ക്ഡൗൺ. ആൾക്കാർക്ക് മൂവ്മെന്റ് ഇല്ല. പിന്നെ വീട്ടിൽ നിന്ന് മറ്റേ ഐ ടി പരമായിട്ട് ഒഫൻസുകളൊക്കെ വരും, അല്ലാതെ കേസുകളൊന്നും കുറവായിരുന്നു. എല്ലാവരും പറയുന്നത് എന്നോട് ചില ആൾക്കാരും സാറേ വലിയ സമാധാനം ഉണ്ടായിരുന്നത്, റേഷനരി ഒക്കെ കഴിച്ചെങ്കിലും സമാധാനമായിട്ട് കഴിച്ചെങ്കിലും വീട്ടിൽ തന്നെ ഇരിപ്പാണെങ്കിലും ഒരു വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല. അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. പുറത്തിറങ്ങി കഴിഞ്ഞാൽ സീസ്ഡ് അല്ലേ. അതിന് ലോക്ക്ഡൗൺ ഇളവുകളൊക്കെ വന്നപ്പോൾ നമുക്ക് വീണ്ടും പഴയ പോലെ ശങ്കരൻ വീണ്ടും തെങ്ങി കയറി തുടങ്ങി.
കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഒരുപാട് കേസ് കൂടി. ഞാൻ ഇടയ്ക്ക് പറഞ്ഞല്ലോ, അബ്കാരി ആക്ട് കേസ് വന്നു, അതിനുശേഷം പല കേസുകൾ വന്നു. അപ്പോൾ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് 2-3 പോയിന്റ്സ്, നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടാകുന്ന പോയിന്റ്സ് ഉണ്ട്. എന്തുകൊണ്ടാണ് ഈ പോലീസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഓർഡിനൻസ് ഇറക്കിയിട്ടുണ്ട് ഗവൺമെന്റ്. കോവിഡ് ആയിട്ട് ബന്ധപ്പെട്ട ഓർഡിനൻസ്. ഇത് പ്രകാരം സെക്ഷൻ 5 അനുസരിച്ചാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. ഗവൺമെന്റിന് പവർ ഉണ്ട്. 2 years വരെ ഇംപ്രിസൺമെന്റ് ആണ്. അപ്പം നിങ്ങളുടെ വെഹിക്കിൾസ് ഒക്കെ അവർക്ക് ഡീറ്റെയിൻ ചെയ്ത് വെക്കാം. ഇപ്പൊ എന്തുകൊണ്ട് 2000-1000 രൂപ വെച്ചാൽ പലരും ഡൗട്ട്സ് ചോദിച്ചു. അതുകൊണ്ടാണ് സാർ ഈ ടോപ്പിക് പറയാൻ ആഗ്രഹിക്കുന്നത്. ഹൈക്കോടതി ഒരു ജഡ്ജ്മെന്റ് പറഞ്ഞു, ഇനിയുള്ള കോവിഡ് സമയത്ത് വണ്ടികളൊക്കെ ഇനി പിടിച്ചു വെക്കണ്ട, യു ജസ്റ്റ് റിലീസ് ദാറ്റ് വെഹിക്കിൾ. 4 വീലേഴ്സിന് ഇത്ര എമൗണ്ട്, LMVക്ക് ഇത്ര എമൗണ്ട്, ബൈക്കിനൊക്കെ 1000 രൂപ. ഈ 1000 രൂപ എന്ന് പറയുന്നത് നിങ്ങൾ ഈടാക്കുന്ന ഫൈനൊന്നും അല്ല, അത് ഒരു ബോണ്ടാണ്. ഭാവിയിൽ കേസ് പിന്നെ ചാർജ് ഷീറ്റ് ചെയ്യപ്പെടും. മനസ്സിലായി? കോവിഡ് സമയത്ത് നിങ്ങൾ പുറത്തിറങ്ങുന്നു, അനാവശ്യമായിട്ട് ചെയ്യുന്നു, എന്ത് പ്രവൃത്തിയും കോവിഡ് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. അവർ കൺട്രീസ് ഫേസിങ് ആൻ എപ്പിഡമിക്, അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഈ കോവിഡ് എന്ന് പറയുന്നത്. കോവിഡ് സെക്ഷൻ 5 എല്ലാ കേസിലും പോലീസ് കേസ് എടുക്കുന്നുണ്ട് കോവിഡായിട്ട് ബന്ധപ്പെട്ട്. വെഹിക്കിളൊക്കെ തൽക്കാലം റിലീസ് ചെയ്ത് തരും, നിങ്ങൾ പൈസ അടയ്ക്കും, ആ പൈസ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ. പിന്നെ അതുപോലെ ഏറ്റവും മോസ്റ്റ് അർജന്റ് ഘട്ടത്തിൽ മെഡിക്കൽ ആവശ്യത്തിനോ, ഇനി നമുക്കറിയത്തില്ല, ലോക്ക്ഡൌണിന്റെ കാര്യങ്ങൾ നമുക്ക് ഇനി അറിയാൻ പാടില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ അഫിഡവിറ്റ് കൊണ്ട് നിങ്ങൾക്ക് പുറത്തിറങ്ങാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അല്ല നിങ്ങൾ പൂർണ്ണമായിട്ട് അല്ല. പിന്നെ നൈറ്റ് കർഫ്യൂ ഉണ്ട് നമ്മുടെ നാട്ടിൽ. രാത്രി ഇത്ര സമയം കഴിഞ്ഞ് വണ്ടി ഇറക്കാൻ പാടില്ല. അത് ഇതുവരെ ഇന്ത്യയിൽ ബാൻ ചെയ്തിട്ടില്ല. കോവിഡ് സമയത്ത് ഉണ്ടായ സംഭവമാണ്. അതാണ് ഈ ലോക്ക്ഡൌൺ സമയത്ത് നമ്മുടെ വണ്ടികളൊക്കെ സീസ് ചെയ്യും. ഓക്കെ. പിന്നെ നിങ്ങളിപ്പം ഞാൻ ഈ സമയത്ത് ഇപ്പം നമ്മൾ പോലും ഇന്ററാക്ട് ചെയ്യുന്നത് ഒരു ഓൺലൈൻ മാധ്യമത്തിലൂടെയാണ് അല്ലേ, ഓൺലൈനിലായിട്ടാണ്, ഓൺലൈൻ ക്ലാസ്സുകളാണ് കൂടുതൽ. അപ്പോൾ അത് നിങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് ഒരുപാട് വെബിനാർസ് കിട്ടും, പല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടും. നിങ്ങൾ കൂടുതൽ നല്ല സമയം അങ്ങനെ പ്രയോജനം ചെയ്യും. നമ്മളിതിനെ ഈ സമയത്ത് നമ്മൾ ദോഷമായിട്ട് കാണാതെ നല്ല വശങ്ങൾ മാത്രം കണ്ടുകൊണ്ട് നിങ്ങൾ ഏത് സബ്ജക്റ്റിലായാലും ടോപ്പിക്സ് ഒക്കെ ഡിസ്കസ് ചെയ്യുക, പഠിക്കുക. ഇപ്പം നമ്മൾ ഏത് മതത്തിലായാലും പറയും, എല്ലാ മതങ്ങളിലും അല്ലെ പല ലോകങ്ങളുണ്ട്, പല ലോകം എന്നൊക്കെ പറയും. അതുപോലെ ലോകമാണ് സൈബർ ലോകം അല്ലേ. നമ്മൾ ആ വെർച്വൽ വേൾഡ്, വെർച്വലിലാണ് നമ്മൾ സംസാരിക്കുന്നതെല്ലാം. ഇതിന്റെ ലിമിറ്റേഷൻസ് അതിനകത്തുണ്ട്. പക്ഷെ അതിൽ നിന്ന് എന്തൊക്കെ നമുക്ക് ഇത് ചെയ്യാം, നമുക്ക് അതിനകത്ത് ഏറ്റവും കൂടുതൽ മാക്സിമം എങ്ങനെ ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യാൻ നോക്കിയിട്ട് മാത്രം നിങ്ങൾ പ്രവർത്തിക്കുക. നമ്മളിത് വി കെയിം അക്രോസ് റാഗിംഗ് ആക്ട്, ദെൻ പോക്സോ, ദെൻ IT ആക്ട്, വെരി ഇമ്പോർട്ടൻറ്റ്. IT ആക്ട് ഞാൻ പറഞ്ഞു, IT ആക്ടിലെ കാര്യങ്ങളും ആവശ്യമുള്ള പോയിന്റ്സ് പറഞ്ഞു തന്നു. പോസ്കോ ആക്ട്, IT ആക്ട്, ദെൻ NDPS, നാർക്കോട്ടിക് ആൻഡ് Psychotropic Substance Act, and COPTA, this Public Cigarette, then Abkari Act, like public drinking, then use of this Arak, and so many, and some provisions in the Motor Vehicles Act. Motor Vehicles Act, നമുക്ക് ചെയ്യേണ്ട ചില കുറ്റങ്ങളെ കുറിച്ചെല്ലാം പറഞ്ഞു തന്നു. ഫ്രണ്ട്സ്, യു മേ ബി ഇൻ വിക്ടിം സൈഡ്, നിങ്ങൾക്ക് വിക്ടിം ആവാം, തിരിച്ചു വരാം. ഞാൻ പറഞ്ഞു ഞാൻ പോസ്കോയിൽ പറഞ്ഞ വളരെ കാര്യങ്ങൾ കുട്ടികൾ ഫ്രണ്ട്സ് മനസ്സിലാക്കണം. പലപ്പോഴും ഇന്നസെന്റ് ആയിട്ടുള്ള കുട്ടികൾ ഇതിനകത്ത് പ്രതികളായിട്ട് വരുന്നുണ്ട്. അറിയാമല്ലോ, പോസ്കോ ഇസ് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു നിയമമാണ് പോസ്കോ ആക്ട്. ദെൻ ദിസ് റാഗിന്റെ കാര്യമെല്ലാം പറഞ്ഞു. റാഗിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീംഡ് അബേറ്റ്മെന്റ്, മറ്റു ആൾക്കാരിൽ കുറ്റം ചെയ്തില്ലെങ്കിൽ അബേറ്റാവുന്ന കോഴ്സുകളുണ്ട്. അതാണ് റാഗിങ് ആക്ടിന്റെ മറ്റൊരു പ്രത്യേകത. ഇപ്പൊ നമുക്ക് ഏത് സൈഡിൽ നമുക്ക് വരാം. either you will be in victim side or you will be in accused ആവുന്നത്. വിക്ടിം ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് അത് ഫോറത്തിൽ പോകാനായിട്ട് പറ്റണം. ദെൻ തിരിച്ച് അക്യൂസ്ഡ് ആവുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റണം? ദെൻ നിങ്ങൾക്ക് അക്യൂസ്ഡ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ലീഗലായിട്ട് ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കണം. അതിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സുകൾ ഇനി ചോദിക്കാം. ആദ്യം നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ടീച്ചർ. സാറേ, താങ്ക് യു സോ മച്ച് ഫോർ ദ ക്ലാസ്. വളരെ മനോഹരമായിട്ട് കൃത്യമായിട്ട് സാർ എല്ലാം പറഞ്ഞു. അപ്പൊ ഇനി സ്റ്റുഡൻസിന്റെ ചാൻസ് ആണ്. സ്റ്റുഡൻസിന് ഡൗട്ട്സ് ഉണ്ടാകാം. ആശ വെച്ച് തുടങ്ങിക്കോളൂ. ആശ നേരത്തെ ഒരു ഡൗട്ട് ചോദിച്ചാണ് സാറിനോട്. നിങ്ങൾ എല്ലാ ഡൗട്ട്സ് ചോദിക്കണം. ഇതിനകത്ത് ഞാൻ ഉദ്ദേശിച്ച ഒരു
ഇന്ററാക്റ്റീവ് സെഷൻ ഞാൻ ഉദ്ദേശിച്ചത്. എനിക്ക് ഇതിനകത്ത് എത്രത്തോളം പറ്റുമെന്നറിയില്ല. കാരണം നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞാൽ വൺ സൈഡ് മാത്രം പറയുന്ന കാര്യമില്ല. ടോപ്പിക്സ് നിങ്ങൾക്ക് ഡൗട്ട്സ് കാണും. അപ്പോൾ അതെല്ലാം നിങ്ങൾ എഴുതി വെച്ചെന്ന് വിചാരിക്കുന്നു. ആശയുടെ ഡൗട്ട്, ആശ ചോദിച്ചത് ഈ പോസ്കോ ആക്ട് പ്രകാരം ആശ ഈ പോസ്കോയിൽ 4 ടൈപ്പ് ഓഫൻസ് ഉണ്ട്. 4 ടൈപ്സ്. പെനിട്രേറ്റീവ്, അതായത് കുട്ടികളെ റേപ്പ് ചെയ്യുക, അത് ലൈഫ് ഇംപ്രസൺമെന്റ് വരെ കിട്ടാം, ജീവപര്യന്തം വരെ കിട്ടുന്ന വലിയൊരു തടവാണ് അത്. വെദർ ദ വിക്ടിം ഈസ് മെയിൽ ഓർ ഫീമെയിൽ. ദെൻ സെക്ഷൽ അബ്യൂസ് ഉണ്ട്. They are not getting raped or not subject to heinous sexual harassment. അല്ലാതെ അവരെ പീഡിപ്പിക്കുക, ഫിസിക്കലായിട്ടുള്ള അബ്യൂസ്, കൊച്ചു കുഞ്ഞുങ്ങളെ ഇതിനു വേണ്ടി യൂസ് ചെയ്യുക എന്ന് പറയുന്നത് 7 years വരെ ഇംപ്രിസൺമെന്റ് കിട്ടുന്ന കുറ്റമാണ്. എല്ലാ വകുപ്പുകളും തന്നെ ഇതാണ്. പിന്നെ പബ്ലിക് സെക്ഷൽ ഹറാസ്മെന്റ്, അത് ഹറാസ്മെന്റ് പറയും. ഒരു കമന്റ് അടിച്ചാൽ വരെ പിന്നെ കുറ്റമാണ്. അവരെ സബ്ജക്ട് ടു സബ്ജക്ട് ടു പോണോഗ്രഫി അത് കാണിക്കുക, അതെല്ലാം ഈ പോസ്കോ ആക്ട് വരുന്ന കുറ്റമാണ്. എല്ലാ വകുപ്പുകളും, എല്ലാ സെക്ഷൻസും ഓൾ ആർ ബെയിലബിൾ, നോൺ ബെയിലബിൾ ആൻഡ് നേരത്തെ പറഞ്ഞല്ലോ നോൺ ബെയിലബിൾ ആണ്, കോമ്പൗണ്ടബിൾ അല്ല. വിക്ടിം ചൈൽഡിനാണെങ്കിൽ കോമ്പൗണ്ട് ചെയ്യാൻ പറ്റുമോ? ക്യാൻ ബി കോമ്പൗണ്ട്. സാർ നേരത്തെ പറഞ്ഞു നിങ്ങൾ നെയ്ബേഴ്സ് തമ്മിൽ വഴക്കുണ്ടാവുന്ന എന്ത് ചെയ്യാം? ഇറ്റ് ക്യാൻ ബി കോമ്പൗണ്ടഡ്, കോംപ്രമൈസ്. ദിസ് ടൈപ്സ് ഓഫ് ഓഫൻസ് ആർ നോട്ട് കോമ്പൗണ്ടബിൾ ബിക്കോസ് ഒരു മൈനർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരു കോംപ്രമൈസ് ഡീഡിൽ അല്ലെങ്കിൽ ഒരു കോംപ്രമൈസിൽ അറേഞ്ച്മെന്റിൽ എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല. ദാറ്റ് ഈസ് പോസ്കോ. ലൈഫ് ഇംപ്രസൺമെന്റ് വരെ ഉണ്ട്, സബ്ജക്ട് ടു ദ ഗ്രാവിറ്റി ഓഫ് ദ ഓഫൻസ്. ഏറ്റവും മിനിമം 3 years ആണ്. 3 years മുതൽ അങ്ങോട്ട് മേളിലോട്ട് കയറി പോകും. ഇതിനെ കുറിച്ച് വെച്ചാൽ IPC കൂടാതെ ഈ ചൈൽഡ് വിക്ടിംസിന് വേണ്ടിയുള്ള പ്രത്യേക ഒരു നിയമമാണ് പോസ്കോ. ഓക്കെ ഓക്കെ ആശിനി, ആർ യു ഓക്കെ? ഇനി അതർ ഡൗട്ട്സ് വേറെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടോ? ചോദിക്കാം. നിങ്ങൾ ഇത്രയും കേട്ടതിനകത്ത് നിന്ന് നിങ്ങൾക്ക് ഡൗട്ട്സ് റേസ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങളുടെ കോളേജുമായിട്ടൊക്കെ തന്നെയാണിത്. സോ എലിസബത്തിന് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എലിസബത്ത് ചോദിച്ചോ. ആയിട്ടുള്ള ചൈൽഡ് സൈബർ ക്രൈം ചെയ്യുകയാണെങ്കിൽ അവരുടെ പാരന്റ്സ് അക്യൂസ്ഡ് ആവോ? കുറച്ചുകൂടെ ഉറക്കെ പറയൂ എലിസബത്ത്. 15 years ബിലോ ആയിട്ടുള്ള ചൈൽഡ് സൈബർ ക്രൈം ചെയ്യുകയാണെങ്കിൽ അവരുടെ പാരന്റ്സ് ശിക്ഷ കിട്ടാൻ സാധ്യതയുണ്ടോ? എലിസബത്ത് ചോദിച്ചാൽ വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നല്ല ക്വസ്റ്റ്യൻ എലിസബത്ത് ചോദിച്ചത്. ഇനി മറ്റുള്ളവരെല്ലാം ക്വസ്റ്റ്യൻസ് ആലോചിച്ച് വെച്ചോണം കേട്ടോ. ചോദിക്കാനല്ലേ, പേടിയൊന്നും വേണ്ട, നമുക്ക് എന്തും ചോദിക്കാം. ഞാൻ എലിസബത്തിനോട് പറഞ്ഞു, വാട്ട് ഈസ് ജുവനാലിറ്റി? 7 years വരെ യു വിൽ ബി കംപ്ലീറ്റ്ലി എക്സംപ്റ്റഡ്. ദ ക്ലച്ചസ് ഓഫ് ലോ നമുക്കെതിരെ ഉണ്ടാവില്ല. 7 years. 7 to 12 years സബ്ജക്ട് ടു യുവർ മെന്റൽ കണ്ടീഷൻ അല്ലേ? 7 to 12. അപ്പം എലിസബത്ത് പറഞ്ഞ 15 വയസ്സല്ലേ, ഉറപ്പായിട്ടും യു വിൽ ബി ട്രൈഡ് അണ്ടർ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ്. നിങ്ങൾക്കെതിരെ കേസ് വരും. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് നിയമം അനുസരിച്ചിട്ട് ഞാൻ വരികയാണ്. പേരൻസ് അതിനെ നിർബന്ധിക്കുകയോ അല്ലെങ്കിൽ സൈബർ ക്രൈം ചെയ്യുകയോ പേരൻസിന് എന്തെങ്കിലും ആക്ടിവിറ്റീസോ വേണമെങ്കിൽ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് വെച്ച് പേരൻസിനെതിരെ ഒരു എടുക്കാം, അവരുടെ കെയർലെസ്നെസ്സിനോ എടുക്കാം. സാധാരണ രീതിയിൽ ഇത് വന്നു കഴിഞ്ഞാൽ യു വിൽ ബി സബ്ജക്ട് ടു നിങ്ങളുടെ ആ ഇഗ്നോറൻസ് എങ്ങനെ, നിങ്ങൾക്ക് അതിൻ്റെ നോളജ് എങ്ങനെയാണെന്ന് അത് ചെക്ക് ചെയ്യും. അതിനുശേഷം പോലീസ് കേസ് എടുക്കും. ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൽ വിചാരണയും ചിൽഡ്രൻസ് കോർട്ടൊക്കെ വ്യത്യാസമുണ്ട്. ഞാൻ അത് ഡീറ്റെയിൽ ആയൊന്നും പോയില്ല, മനസ്സിലായില്ലേ. 18 years എബോവ് ആണെങ്കിൽ യു വിൽ ബി അതർ അക്യൂസ്ഡിനോട് നമ്മൾ സാധാരണ കോർട്ടിലെ എന്താണ് നിയമം അതനുസരിച്ചാണ് നമ്മൾ വിചാരണ ചെയ്യുന്നത്. 16 to 18 ഒരു ചിൽഡ്രൻസ് കോർട്ട് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞു ഡൽഹി കേസിന് ശേഷം പ്രായത്തിന് ഇത് വെച്ചിട്ടാണ് ആ കോർട്ട് വരുന്നത്. എല്ലാ ആൾക്കാരെയും 16 വയസ്സിന് ഉള്ളവരെല്ലാം 18 വയസ്സ് വരെയും ജുവനൈൽ ജസ്റ്റിസ് ബോർഡാണ്. പറഞ്ഞു ഹീനിയസ് ഒഫൻസ് ഒക്കെ വരികയാണെങ്കിൽ അവർക്ക് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിനോ അല്ലെങ്കിൽ ചിൽഡ്രൻസ് കോർട്ടിനോ എന്ത് ചെയ്യാം,
ഇതിന്റെ ഗ്രാവിറ്റി അനുസരിച്ചിട്ട് വിചാരണ മാറ്റാം. ഇത് വരുവാണെങ്കിൽ കുട്ടികൾക്കെതിരെ മാത്രമാണ് കേസ് വെക്കുന്നത്. ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൽ ഈ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടും. ഇപ്പം നിങ്ങൾ ഞാൻ ഒരു കേസ് പറഞ്ഞുതരാം. IT ആക്ടിലെ മറ്റൊരു കേസ്. സാറിന്റെ ഒരു സ്കൂളിലെ സ്റ്റുഡൻ്റ് +2 കുട്ടിയായിരുന്നു. അവൻ എന്താ ചെയ്യുന്നറിയാം? അവൻ ടീച്ചർക്കെതിരെ വളരെ മോശമായിട്ട് ടീച്ചറിന്റെ ഫോണിൽ മെസ്സേജ് അയച്ചു. ടീച്ചർ ഇന്റേണൽ മാർക്ക് കുറച്ചാ കൊടുത്തിരുന്നു +2. അവന്റെ അപ്പം അവന്റെ പേരൻസ് എല്ലാം ഓടി സാറേ അവൻ വീട്ടിൽ, ഞാൻ പറഞ്ഞില്ല എല്ലാവരും അങ്ങനെ പറയും, നമ്മുടെ ഒരു ചീത്ത പോലും അവൻ അറിയത്തില്ല. പക്ഷെ ടീച്ചർ നിങ്ങളെ സാർ ഇത് കണ്ടപ്പോൾ അവർ അങ്ങ് അത് ടീച്ചറിന്റെ ഹസ്ബൻഡ് ഏതോ കണ്ടു, ഇത് കേസ് എടുത്തു. IT ആക്ട് പ്രകാരം കേസ് വന്നു. അപ്പം +2 പയ്യൻ എത്ര വയസ്സൊന്നും അറിയാമല്ലോ. കേസ് രജിസ്റ്റേഡ് അണ്ടർ IT ആക്ട്. കേസ് വരും. പേരൻസിനുള്ള റോൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പേരൻസ് ആർ ഇന്നസെന്റ്. ഓക്കെ, പേരൻസ് യൂഷ്വലി വരാറില്ല, ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൽ കേസ് വരാറുള്ളൂ. ഓക്കെ, പിന്നെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് പ്രത്യേകത മാക്സിമം നിങ്ങൾ ഒരു ജുവനൈലിനെ എന്ത് ചെയ്യാൻ പാടില്ല, ഹാർഷായിട്ടുള്ള പണിഷ്മെന്റ് ഒന്നും കൊടുക്കാൻ പാടില്ല. മാക്സിമം അവർക്ക് 2 years ഇംപ്രസൺമെന്റ്. മിക്കവാറും ഞാൻ പറഞ്ഞല്ലോ, യു വിൽ ബി ആസ്ക്ഡ് ടു സ്റ്റേ ഇൻ എ സ്കൂൾ ഓർ ചിലപ്പോൾ നിങ്ങൾക്ക് അഡ്മോണിഷൻ തരാം. നിങ്ങൾ വീട്ടിൽ തന്നെ നിങ്ങളെ വിട്ടിട്ട് കുറുകുട പാഠശാലയോ ഒരു മോണിറ്റർ തന്നുകൊണ്ട് നിങ്ങളെ വീട്ടിൽ തന്നെ ഇടാം. പല കാര്യങ്ങളും ചെയ്യാം. ഓക്കെ സാറേ, അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട് റോഷ്നി റോയുടേത്. ഈ പോക്സോ ആക്ട് പ്രകാരം കേസ് പ്രൂവ് ചെയ്യാൻ എന്തൊക്കെ വഴികളാണ് യൂസ് ചെയ്യാറുള്ളത്? നമ്മള് പോസ്കോ ആക്ട് എന്ന് അറിയില്ല. പോസ്കോയിൽ വിക്ടിം ആരാണ്? ഞാൻ പറഞ്ഞു 18 years താഴെയുള്ള ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും. സെക്ഷൽ അബ്യൂസ് ആണ് പോസ്കോ എന്ന് പറയുന്നത്, അല്ലേ? സെക്ഷൽ അബ്യൂസ്. ഇതിന് മെഡിക്കൽ എവിഡൻസ് ഉണ്ടാവാം. അല്ലെങ്കിൽ ഈ വിക്ടിം പറയുന്നത് ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ എപ്പോഴും കേട്ടിട്ടുണ്ട് 164 സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും. 164 സ്റ്റേറ്റ്മെന്റ്. നിങ്ങളെ ഇങ്ങനെയുള്ള കേസുകൾ പെൺകുട്ടികൾ മൊഴി മാറ്റാതിരിക്കാൻ എന്ത് ചെയ്യും? ആദ്യം തന്നെ ഇവരെ കോർട്ടിൽ കൊണ്ടുപോയിട്ട് ഒരു മൊഴിയും കൊടുക്കും. അതിന് നമ്മൾ പറയുന്ന സ്റ്റേറ്റ്മെന്റ് വരെ 164 സ്റ്റേറ്റ്മെന്റ്. പെൺകുട്ടിയുടെ മൊഴി മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തി, കേൾക്കാറില്ലേ നിങ്ങൾ? മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തി എന്ന് പറയും. അപ്പം അത് നമുക്ക് മാറ്റി പറയാൻ പാടില്ല. 164 സ്റ്റേറ്റ്മെന്റ് എടുക്കും. പോലീസിന്റെ മൊഴി നമുക്ക് എപ്പോഴും മാറ്റാം. അതുകൊണ്ട് പോലീസ് എന്ത് ചെയ്യുന്നത്? ഇങ്ങനെയുള്ള വിക്ടിംസിന്റെ മൊഴി കോർട്ടിൽ രേഖപ്പെടുത്തും. ആ മൊഴിക്ക് വളരെ റിലവൻസി ഉള്ളത്. വിക്ടിമിന്റെ മൊഴിക്ക് വളരെ റിലവന്റ് ആയിട്ടുള്ള മൊഴിയുണ്ട്. പ്ലസ് മെഡിക്കൽ എവിഡൻസ്, ഡോക്ടർ സർട്ടിഫിക്കറ്റ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ പലപ്പോഴും ഈ സെക്ഷൽ അബ്യൂസ് ഒന്നും വേറെ വിക്ടിംസ് ഒന്നും കാണാൻ പറ്റില്ല, വേറെ വിറ്റ്നസ് ഒന്നും ഉണ്ടാവില്ല. സോ മെഡിക്കൽ എവിഡൻസ് ആണ്. ആരെ ചോദിച്ച? എലിസബത്തോ? ആരെ ചോദിച്ച മാഡം? റോഷ്നി. ഡോക്ടർ സർട്ടിഫിക്കറ്റ്. പിന്നെ ഈ വിക്ടിം ഒരിക്കലും കുഞ്ഞ് സത്യം പറയത്തില്ല, കള്ളം പറയത്തില്ല എന്നുള്ളതാണ് എൻ്റെ പ്രിസംഷൻ. എനിവേ, ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ഈ കേസിന്റെ മെറിറ്റൊക്കെ പിന്നീടാണ് ഡിസൈഡ് ചെയ്യുന്നത്, അല്ലേ? എവിഡൻസും ഒക്കെ. പക്ഷെ കേസ് വന്നു കഴിഞ്ഞാൽ നോൺ ബെയിലബിൾ ഒഫൻസ്, വിൽ ബി സബ്ജക്ട് ടു ജയിലിംഗ്. അതാണ് ഇതിന്റെ എവിഡൻസ് ഒക്കെ പിന്നീടായിരിക്കും വരുന്നത്. മെയിനായിട്ട് റിലേ ചെയ്യുന്ന എവിഡൻസ് മെഡിക്കൽ എവിഡൻസ്, എക്സ്പെർട്ട് കേസ്, ഫോറൻസിക് എവിഡൻസ്. പിന്നീട് ഞാൻ പറഞ്ഞ 164 സ്റ്റേറ്റ്മെന്റ് ഓഫ് ദാറ്റ് വിക്ടിം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് അത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അയക്കാനത് റിട്രാക്ട് ചെയ്യാൻ പറ്റത്തില്ല ആ മൊഴി. അതുകൊണ്ടാണ് പോലീസ് എപ്പോഴും ആ വിക്ടിമിന്റെ മൊഴി കോടതിയിൽ രജിസ്റ്റർ ചെയ്യപ്പെടും ആദ്യം തന്നെ, ബിഫോർ ഗോയിങ് ട്രയൽ. ഓക്കെ സർ, അടുത്തത് നെബിൻ ജോസിന്റെ ക്വസ്റ്റ്യൻ ആണ്. കോളേജിലെ സ്റ്റുഡന്റ് റിലേറ്റഡ് പ്രോബ്ലംസ് ഉണ്ടായാൽ എന്തായിരിക്കണം കംപ്ലൈന്റ് കൊടുക്കുന്നതിന്റെ ശരിയായ പ്രൊസീജിയർ? സ്റ്റുഡൻസ് റിലേറ്റഡ് എന്ന് പറഞ്ഞല്ലേ, ഞാൻ നേരത്തെ നിങ്ങൾക്ക് ആദ്യം ഒരു കാര്യം പറഞ്ഞു. കാരണം സാറ് ആൾക്കാർ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസാ. ജൂനിയർക്ക് സീനിയർ റാഗ് ചെയ്യാമോ? ചെയ്യാം, അങ്ങനെ അതിനകത്ത് ആക്ട് പ്രത്യേകമായിട്ട് പറയുന്നില്ല. ഇനി സ്റ്റുഡന്റ് അഗെയിൻസ്റ്റ് എനി സ്റ്റുഡന്റ് എന്നേ പറയുന്നു, അല്ലെങ്കിൽ ക്യാമ്പസ് എന്നേ പറയുന്നത്. അപ്പൊ നിങ്ങളത് റാഗിങ് കംപ്ലൈന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എല്ലാ കോളേജുകളിലും ഒരു റാഗിങ് സെല്ലുണ്ട്. നിങ്ങളുടെ കോളേജിലുണ്ടോ സാർ? ഉണ്ട് സാർ, ഉണ്ട്. റാഗിങ് സെല്ലുണ്ട്. ആന്റി റാഗിങ് സെല്ലുണ്ട്. റാഗിങ് കമ്മിറ്റി അത് ഒരു സുപ്രീം കോടതി ഡയറക്ഷൻ പ്രകാരം കോളേജുകാരുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് ദോഷം വരും.
അപ്പോൾ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആന്റി റാങ്കിങ് കമ്മിറ്റിക്കകത്ത് ഇതുണ്ട്. അവിടെയാണ് അതിന്റെ പിന്നെ ഈ സസ്പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രൊസീജിയർ നടക്കുന്നത്. കമ്മിറ്റി അറിയിക്കാം, പ്രിൻസിപ്പളിനെ അറിയിക്കാം, ഒക്കെ അറിയിക്കാം. ഈവൻ ഈ പോലീസ് നടപടി വേറെ പോകും, ആന്റി റാങ്കിങ് സെല്ലിലെ ഡിസിപ്ലിനറി പ്രൊസീജിയർ വേറെ പോകും. നിങ്ങൾക്ക് അറിയാം അല്ലേ? സസ്പെൻഷൻ കാര്യങ്ങൾ വേറെ മാറും. നെബിൻ ചോദിച്ച ക്വസ്റ്റ്യൻ, കുട്ടികൾ തമ്മിൽ മറ്റുള്ള പരാതി, ഇപ്പം നിങ്ങളുടെ ക്യാമ്പസിനുള്ളിൽ അല്ലാത്ത അടി വഴക്കൊക്കെ നടക്കുമെന്ന് ഈ ക്യാൻ റിപ്പോർട്ട് പ്രിൻസിപ്പൾ. യുനോ ഞാൻ വ്യക്തമായിട്ടൊരു കാര്യം പറഞ്ഞു അല്ലേ? നമ്മുടെ നാട്ടിലുള്ള കേസ് വെച്ച് ഞാൻ പറഞ്ഞത്, ഒരു പ്രിൻസിപ്പാൾ ഒരു കേസിൽ 2ാം പ്രതിയായി. അപ്പം നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രിൻസിപ്പാൾ അത്രയും ഒരു ഉത്തരവാദിത്തത്തിനകത്തുണ്ട്. അപ്പോൾ ഇനി പ്രിൻസിപ്പാളിന് നമ്മുടെ സ്നേഹം കാണിക്കാനൊന്നും പറ്റത്തില്ല. ബിക്കോസ് he will be or she will be an accused in that case. സോ അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്കൊരു അവിടെ ഒരു ഒഫൻസ് ഉണ്ടായി കഴിഞ്ഞാൽ ഒരിക്കലും അത് മറച്ചു വെക്കാനായിട്ട് പറ്റത്തില്ല. സ്കൂൾ അതോറിറ്റീസ് അത് ചെയ്തില്ലെങ്കിൽ അവർക്ക് ഒരു റാങ്കിങ് ആക്ട് വെച്ച് കേസ് അവർക്കെതിരെ വരും. വേറെ കേസ് പറഞ്ഞാൽ ഒരു സ്കൂൾ ഹെഡ് മാസ്റ്ററിന് വേറെ കേസ് ഉണ്ടായി. അവിടുത്തെ പിന്നെ +2-ന്റെ ഈ സ്കൂൾ കോളേജ് ബസ്സിന്റെ സ്റ്റാഫ് ഒരു പെൺകുട്ടിയെ അബ്യൂസ് ചെയ്തു. പ്രിൻസിപ്പാളിന് പരാതി കിട്ടിയിട്ട് പ്രിൻസിപ്പൾ ആക്ട് ചെയ്തില്ല. അപ്പോൾ പിന്നെ പോലീസ് ഉണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങൾ ഇപ്പോഴും കാണുന്നതല്ലേ? ഇത് യൂസ് ചെയ്യപ്പെടുന്നു. കോളേജിൽ സ്കൂളിലായാലും ക്യാമ്പസിലായാലും സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ either you can report to the municipal or you can directly report to the police also. ഞാൻ പറഞ്ഞല്ലോ, പോലീസിന് പണ്ട് കേരളനൊക്കെ സാറൊക്കെ പണ്ട് കോളേജിൽ പഠിക്കുന്ന പോലീസ് കയറാൻ പാടില്ല, പ്രിൻസിപ്പൾ അതോറിറ്റി എന്നൊക്കെ കോടതി പറയുന്നത് if there is a law and order issue, police can directly enter into the campus എന്നാണ് ഇപ്പോഴത്തെ ലീഗൽ പൊസിഷൻ. സോ പോലീസിനെ ഇൻഫോം ചെയ്യാം. എല്ലാ കേസുകളും ഈ പറഞ്ഞുള്ള കേസുകൾ റാഗിംഗ് ബന്ധപ്പെട്ട കേസാണ്. റാഗിംഗ് കമ്മിറ്റി either your HOD or your whatever your head of the department. റാഗിങ്ങിന്റെ വേറെ ഇത്രയും കേസസ് ആരോ പറഞ്ഞത് റാഗിങ്ങിന്റെ പ്രത്യേകത അറിയാമല്ലോ. 3 വർഷം കൂടെ ജയിലിൽ, 2 കൊല്ലം ജയിലിലും പോകാൻ പറ്റും, 3 കൊല്ലം കൂടെ എങ്കിലും പഠിക്കുകയും വേണ്ട. മറ്റു കേസുകളൊന്നും അത് പറഞ്ഞില്ലല്ലേ. റാഗിങ്ങിന് അങ്ങനെ ഒരു വകുപ്പുണ്ട്. 3 years ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇവന് അഡ്മിഷൻ പോലും കൊടുക്കാൻ പാടില്ല. ഓക്കെ ഓക്കെ സാർ, ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട് സർ. ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. എലിസബത്ത് തന്നെ റേസ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ബോയ്സിനെതിരെ ചില ഗേൾസ് ഒക്കെ ചില വ്യാജ പരാതികൾ കൊടുക്കാറുണ്ടല്ലോ. എങ്ങനെയാവും കോർട്ട് അത്തരം കേസുകൾ സീരിയസ് ആയിട്ടുള്ളതാണോ എന്ന് ഉറപ്പുവരുത്തുന്നത്? വ്യാജ കേസുകളുടെ കാര്യമാണ്. ചുമ്മാ പറയപ്പെടുന്ന കേസസിൽ എങ്ങനെയാണ് നമുക്കൊരു ഓതന്റിസിറ്റി? നല്ല ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് കേട്ടോ. വെരി ഗുഡ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം നമ്മുടെ സിസ്റ്റത്തിൽ വ്യാജ പരാതികൾ ഒരുപാട് വരാം. ഞാൻ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞു 164 സ്റ്റേറ്റ്മെന്റ്, അതിനാണ് ആ ഒരു നിയമം അവിടെ വന്നേക്കുന്നത്. ഈ 164 സ്റ്റേറ്റ്മെന്റ് റിട്രാക്ട് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ വിക്ടിമിനെതിരെ കോടതിക്ക് കേസ് എടുക്കാം കേട്ടോ. എലിസബത്തിന്റെ ആൻസർ ചെയ്തോ? യുവർ സ്റ്റേറ്റ്മെന്റ്, ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ വിക്ടിം ഈസ് റെക്കോർഡഡ് ബിഫോർ ദ കൺസേൺ മാജിസ്ട്രേറ്റ് കോർട്ട്. ദെൻ സപ്പോസ് പിന്നെ നിങ്ങൾ വ്യാജമാണെന്ന് മനസ്സിലാക്കി നിങ്ങൾ മൊഴി മാറ്റിക്കഴിഞ്ഞാൽ, പിന്നെ നിങ്ങൾക്ക് മോണിറ്ററി ഇഷ്യൂ അല്ലെങ്കിൽ സെറ്റിൽ ചെയ്തു മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെ കേസ് വരാം. പിന്നെ തിരിച്ച് മെയിൽ ആയിക്കോട്ടെ ഫീമെയിൽ ആയിക്കോട്ടെ ആരായാലും ഒരു വ്യാജ പരാതി നിങ്ങൾ എനിക്കെതിരെ കൊടുത്തു. പക്ഷെ നമ്മുടെ നാട്ടിൽ നമ്മുടെ ഏറ്റവും വലിയ വിഷമകരമായ അവസ്ഥ നമ്മളൊന്നും മുന്നോട്ട് പോകുന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞാൽ നമ്മളെല്ലാം വീട്ടിൽ കയറി ഇരിപ്പാ. പല നിയമങ്ങൾ വന്നു, പല സിറ്റിസൺഷിപ്പ് ആക്ട് ഒക്കെ നമ്മളെല്ലാം ഇരിക്കുകയാണ്. അത് പഠിക്കാൻ പോലും കൂട്ടാക്കുന്നില്ല. അങ്ങനെ ഒരു പൊളിറ്റിക്കാരനെ പറഞ്ഞതല്ല കേട്ടോ, ഒരു പൊളിറ്റിക്സിനെ ഒരു നിയമത്തെ ഒന്നും പറഞ്ഞതല്ല. ഇങ്ങനെ ഒരു പരാതി വന്നു കഴിഞ്ഞാൽ സബ്സിക്വന്റ്ലി എന്നെ അക്യൂട്ട് ചെയ്തു, നിങ്ങൾ എനിക്കെതിരെ അഡ്വക്കേറ്റ് ശ്യാം ജയസാമിനെതിരെ ജോൺ സാർ ഒരു പരാതി കൊടുക്കുന്നു അല്ലെങ്കിൽ ഒരു കേസ് കൊടുക്കുന്നു. സബ്സിക്വന്റ്ലി ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് ഈസ് ഫാൾസ്. കോർട്ട് എന്ത് ചെയ്യും? എന്നെ അക്യൂട്ട് ചെയ്യും. എനിക്ക് എന്ത് ചെയ്യാം? എനിക്ക് തിരിച്ച് ഐ ക്യാൻ സ്യൂ ഹിം ഫോർ ഡിഫമേഷൻ, മാനനഷ്ടത്തിന് കേസ് കൊടുക്കാം. 3 ലക്ഷം രൂപ, എനിക്കുണ്ടായ നഷ്ടങ്ങൾ, എനിക്കുണ്ടായ മെന്റൽ അഗനി, എനിക്കുണ്ടായ ഹ്യൂജ് എമൗണ്ട് എല്ലാം കാണിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ കേസ് കൊടുക്കാം. പക്ഷെ അതൊന്നും നമ്മുടെ നാട്ടിൽ ആരും യൂസ് ചെയ്യുന്നില്ല. ഒരുപാട് മാർഗങ്ങളുണ്ട്. തിരിച്ച് മലീഷ്യസ് പ്രോസിക്യൂഷൻ എന്ന് പറയും. മലീഷ്യസ് പ്രോസിക്യൂഷൻ, ഏതെങ്കിലും പോരാൻ ഏതെങ്കിലും ഡോക്ടർ ഇതിന് ജോൺ സാറിന് കൂട്ടാളിയായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് അയാൾക്കെതിരെ മൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്.
സോ തീർച്ചയായിട്ടും എലിസബത്തിന്റെ ചോദ്യം വളരെ ന്യായമായ ചോദ്യമാണ്. ഫോൾസ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ പ്രൊസീഡിങ്ങിനോ ഇല്ലെങ്കിൽ അതിന് നിങ്ങൾക്ക് വേറെ കംപ്ലൈന്റ് ആയിട്ട് മുന്നോട്ട് പോകാം. അതിനാണ് ഈ മൊഴി കൂടെ റിട്രാക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ 164ന്റെ പ്രൊവിഷൻ വെച്ചിരിക്കുന്നത്. പല കേസുകൾ ആദ്യം മൊഴി പറയും, പിന്നെ പിടിപ്പിച്ചെന്ന് പറയും, കണ്ടില്ലെന്ന് പറയും, മന്ത്രി കണ്ടു, അങ്ങനെയൊക്കെ പറയും. അതിനാണ് 164. ആദ്യം തന്നെ നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്യും വിക്ടിമിന്റെ ഇങ്ങനെയുള്ള കേസുകളിൽ. ദാറ്റ് ഈസ് 164 സ്റ്റേറ്റ്മെന്റ്. Thank you, sir. ഓക്കെ മാഡം, ഓവർ ടു യു. ഇനി എന്താണ്, ഇനി ഞാൻ 2-3 ക്വസ്റ്റ്യൻസ് പറയാം. നമുക്ക് നിങ്ങളുടെ ഈ കമ്മിറ്റിയുടെ കാര്യം പറയാം. നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പം ഒരുപാട് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് അല്ലേ? പുതിയ നിയമങ്ങൾ വന്നു, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു റാഗിംഗ് ആക്ട്. ഇങ്ങനെ ആദ്യം കേട്ടപ്പം ഞാൻ പണ്ട് ഒരുപാട് കംപ്ലൈൻറ്റ്സ് ടീച്ചർ അവിടെ വളരെ കുറവല്ലേ? അതെ, നമുക്ക് അങ്ങനെ റാഗിങ് ഇഷ്യൂസ് വരാറില്ല. ഇവരെല്ലാം മിടുക്കന്മാർ, നല്ല കുട്ടികളാണ്. അത് എന്തുകൊണ്ടാണ്? ലോ കെയിം ഇൻ ടു ഫോഴ്സ്. നിയമം വന്നപ്പം ശിക്ഷിക്കപ്പെടാൻ തുടങ്ങി. അപ്പൊ നമ്മൾ ഈ നിയമത്തിന് 2 എഫക്റ്റ് ഉണ്ട്, അറിയാമോ? നമ്മൾ ഈ നിയമം ശിക്ഷ വരുമ്പോൾ നമ്മൾ ചിന്തിക്കും, അവന് കിട്ടി, എനിക്കിനി അപ്പം ജയിലിൽ കിട്ടി, നാണക്കേടാവും, നമ്മൾ പേടിച്ച് ചെയ്യാതിരിക്കും. ഡിഫറെന്റ് എഫക്റ്റ്. പിന്നെ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ നമുക്ക് മനസ്സിലാവും. നമുക്കൊരു കാര്യം പറഞ്ഞു കഴിയുമ്പോൾ അറിയുന്നത്. അപ്പോൾ നമ്മളതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ നോക്കും. യു ആർ നോട്ട് ലോ സ്റ്റുഡൻസ് ഒന്നും അല്ല. അപ്പം നമുക്ക് വേറെ ലെവലിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. അത് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അറിയേണ്ടത് എന്ത് ഉണ്ടായാലും നിങ്ങൾ ആദ്യത്തെ നിങ്ങൾക്ക് ഒരു ഇതൊക്കെയുണ്ട്. അപ്പം ഇതെല്ലാം ഞാൻ പറഞ്ഞത്, ഈ നിയമങ്ങളെല്ലാം വന്നത് നിങ്ങളൊക്കെ ആരും NSSലെ പോലെ പഴയ കുട്ടികളൊക്കെ ഈ സമരം ചെയ്തിട്ടും പരാതി കൊടുത്തിട്ടും ഒക്കെയാണ്. ഇല്ലത് പുതിയതായിട്ട് വിളിച്ചത് പൊട്ടിയവനൊന്നും അല്ല. നവാബ് രാജേന്ദ്രൻ മരിച്ചു അല്ലേ? ഭയങ്കര ഒരു പബ്ലിക് ഇൻവെസ്റ്റിഗേഷൻ ആളാണ് നവാബ് രാജേന്ദ്രൻ. ചെയ്ത് കൊടുത്ത നവാബ് രാജേന്ദ്രൻ അദ്ദേഹത്തിന്റെ അഡ്രസ് ഉണ്ടായിരുന്നു. നവാബ് രാജേന്ദ്രൻ, കേരള ഹൈക്കോടതി വരാണ്ട്, എറണാകുളം. ഒരു പെറ്റീഷൻ അഡ്വക്കേറ്റ് ഒന്നും അല്ല, അദ്ദേഹം പൊതു താല്പര്യം അധികം ഒരുപാട് കേസുകൾ. നവാബ് രാജേന്ദ്രൻ പണ്ട് ട്രിവാൻഡ്രം ബസ് സ്റ്റാൻഡിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനകത്ത് ഒരു കടയിൽ നിന്ന് ഒരു സിഗരറ്റ് അന്ന് അവിടുന്ന് വാങ്ങി പാക്കറ്റിൽ കൂടുതലേക്കാട്ടിയും വില എടുത്തു. അപ്പം പറഞ്ഞു റെയിൽവേക്ക് അങ്ങനെ എടുക്കാന്ന് പറഞ്ഞു. ഈ ഫയലിലെ കേസ് അതാണ് ഇന്നും നമ്മൾ ആ ബെനിഫിറ്റ് അനുഭവിക്കുന്നത്. പാക്കറ്റിലൂടെ ഒരു 5 പൈസ വാങ്ങിക്കാൻ പറ്റത്തില്ല. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിലേക്ക് മുന്നേ തന്നെ കേസ്. അപ്പൊ ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ സൂചിക്കുന്നത്, നിയമങ്ങളൊക്കെ നമുക്ക് ഉണ്ടായത്. അപ്പൊ ഡോൺ ബി സൈലന്റ്. എനിക്കിതേ പറയാനുള്ളൂ. NSS സ്റ്റുഡൻസ് ഒന്നും സംഭവിക്കത്തില്ല. യു ഷുഡ് ബി ആക്റ്റീവ് ഇൻ ക്യാമ്പസ്. നിങ്ങൾ ഇങ്ങനെ കിട്ടുന്ന അത് നിങ്ങൾ സൊസൈറ്റി പറഞ്ഞു കൊടുക്കണം. വിക്ടിമൊക്കെ ആകുമ്പോൾ മിണ്ടാതിരിക്കുമ്പോഴായി പ്രശ്നം ഉണ്ടാകുന്നത്. പിന്നെ ഡോൺ യൂസ് ഓൾ ദീസ് തിങ്സ് അല്ലെ, നമ്മൾ മർമ്മം എന്ന് പറയും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ആളെ അറിഞ്ഞ് പറഞ്ഞു കൊടുക്കാറുള്ളൂ. മർമ്മ ദോഷം എന്താണ്? മർമ്മത്തിൽ അനാവശ്യമായിട്ട് തോന്നി ചത്തുപോകും അല്ലേ? നമ്മൾ വെച്ചു. ഇപ്പൊ ഈ ഇങ്ങനെയുള്ള കേസുകൾ നമ്മൾ നെഗറ്റീവായിട്ട് യൂസ് ചെയ്ത് അത് ശരിയല്ല. അത് അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ എലിസബത്ത് പറഞ്ഞതിൻ്റെ മലീഷ്യസ് പ്രോസിക്യൂഷനും ഫോൾസ് പ്രോസിക്യൂഷനും ഒക്കെ വരാം. അപ്പൊ നിങ്ങൾ യൂസ് ചെയ്യുകയും ചെയ്യണം, തിരിച്ച് നിങ്ങൾ ഒന്ന് ഡിഫെൻഡ് ചെയ്യും വേണം. സോ നിങ്ങളുടെ മോട്ടോ തന്നെ എന്താണ്? നോട്ട് മീ ബട്ട് യു അല്ലേ? അപ്പോൾ നിങ്ങൾ യു ആർ സപ്പോസ് ടു സ്പീക്ക്, യു ആർ സപ്പോസ് ടു ബി എ വോയിസ് ഫോർ ദ വോയിസ്ലെസ്, മൗത്ത് ഫോർ ദ മൗത്ത്ലെസ്. നിങ്ങൾ എവിടെ ലീഗലായിട്ടുള്ള അവയർനെസ് കിട്ടിയാലും നിങ്ങൾ അറിയണം, നിങ്ങൾ കൂടുതൽ വായിക്കണം. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ലോ എന്ന് വലിയൊരു സംഭവം. ഇറ്റ്സ് എ കോമൺ സെൻസ്. പല ക്ലാസ്സിൽ ചോദിക്കാൻ പറയും ലോ എവിടുന്നാ വന്നേ? നമ്മൾ പറയും നമ്മുടെ ഹിന്ദു സിസ്റ്റംസ് മനുസ്മൃതി, ലോ, ബൈബിൾ, ആവർത്തന പുസ്തകം, അത് മൊത്തം ലോയാണ്. ഖുറാനിക് ലോ. ഇതൊന്നും ഇന്ന് പൊട്ടി വീണ സംഭവമല്ല. ഇത് പണ്ട് പോലെ നമ്മുടെ പൂർവികകാലം പോലെ അനുഷ്ഠിക്കുന്നതല്ല. സെറ്റ് ഓഫ് കോഡ്സ് ആണ്. അതിന് ചേഞ്ച് ഉണ്ട്, ഒരുപാട് ചേഞ്ച് ആയല്ലോ. പുതിയ ലോസ് വന്നു, IT ലോസ് വന്നു, റാഗിംഗ് ആക്ട് വന്നു, പുതിയ കാര്യങ്ങൾ വരുമ്പോൾ പുതിയ ആക്ടുകൾ വന്നു. സോ സൊസൈറ്റി ചേഞ്ച് ചെയ്യുന്നത്, ലോ ഇസ് ചേഞ്ചിങ്. ബട്ട് യു ഷുഡ് നോ ഓൾ ദീസ് പ്രിൻസിപ്പിൾസ്. സാറേ, ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. യെസ്. ചില കുട്ടികളെ ഉപദ്രവിക്കുമ്പോൾ അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി അവർ ഉപദ്രവിക്കുന്ന ആളെ കൊല്ലാൻ അവസരമുണ്ടായാൽ, അങ്ങനെ അറിയാതെ ചെയ്തു പോയാൽ എങ്ങനെയാകും ആ കുട്ടിക്കെതിരെ എന്ത് കേസായിരിക്കും എടുക്കുക?
ആക്സിഡന്റലി അബ്യൂസ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് വല്ലതും ആ കുട്ടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിന്റെ ഇടയ്ക്ക് ആ ഉപദ്രവിക്കുന്ന ആള് കൊല്ലപ്പെട്ടാൽ, ഉപദ്രവിക്കുന്ന ആള്, കാരണം കുട്ടി തിരിച്ച് റിയാക്ട് ചെയ്ത് ഏതെങ്കിലും എടുത്തടിക്കുകയോ എന്തെങ്കിലും ചെയ്ത് അയാൾ മരിച്ചാൽ എങ്ങനെയായിരിക്കും ആ കുട്ടിക്കെതിരെ കേസ് വരിക? സർ, അതൊരു ന്യായമായ ചോദ്യമാണ്. കാരണം സ്വയരക്ഷയാണ്. ഞാൻ പറയാം. അത് വളരെ നല്ലൊരു പ്രശ്നം. അത് ആ ചോദിച്ചാരാ? മാഡം ചോദിച്ചത്? അല്ല, അത് റോഷ്മ പാപ്പച്ചനാണ് ചോദിച്ചേക്കുന്നത്. റോഷ്മ, അതിനകത്ത് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡിന്റെ പ്രത്യേകത എന്താ? 1860 ലോർഡ് മെക്കാളെ ഉണ്ടാക്കിയ വലിയ നിയമമാണ്. നമ്മുടെ ക്രിമിനൽ നിയമത്തിന്റെ ബൈബിൾ എന്നാണ് ഇന്ത്യൻ പീനൽ കോഡ് അറിയപ്പെടുന്നത്. ഇന്ത്യൻ പീനൽ കോഡിൽ നിൽക്കാതെ വന്നപ്പോഴാണ് പുതിയ പുതിയ ആക്ടുകളൊക്കെ വന്നത്. IT ആക്ടിനെ കൂടെ പറയുന്നില്ല, കുട്ടികൾക്ക് പ്രത്യേക പ്രൊവിഷൻ പറയുന്നില്ല, അതുകൊണ്ട് പോസ്കോ വന്നു. ഇന്ത്യൻ പീനൽ കോഡാണ് നമ്മൾ ഉപയോഗിക്കുന്ന വകുപ്പുകളെല്ലാം. കണ്ടില്ലേ? 302 കൊലപാതകം, അല്ലെ, ബലാത്സംഗം, 379 തെഫ്റ്റ്. ഇന്ത്യൻ പീനൽ കോഡിൽ ഒരു പാർട്ടുണ്ട്, ദാറ്റ് ഈസ് പ്രൈവറ്റ് ഡിഫൻസ്. പ്രൈവറ്റ് ഡിഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയരക്ഷാവകാശം. കുട്ടികൾക്കല്ല, എല്ലാവർക്കും ഉണ്ട് സ്വയരക്ഷാവകാശം. എനിക്ക് എന്നെയും എൻ്റെ അടുത്തുള്ള ആളെയും എൻ്റെ പ്രോപ്പർട്ടിയെയും അവരുടെ പ്രോപ്പർട്ടിയെയും സംരക്ഷിക്കാനായിട്ടൊരു റൈറ്റ് ഉണ്ട്. ആ സംരക്ഷണയിൽ, ആ ഡിഫൻസിൽ എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാലും യു ക്യാൻ ക്ലെയിം ദാറ്റ് ബെനിഫിറ്റ് ബിഫോർ ദ കോർട്ട്. നമ്മൾ പ്രൂവ് ചെയ്യപ്പെടണം, അല്ലേ? നമ്മൾ സിനിമകൾ കണ്ടില്ലേ, സ്ത്രീകളെ ഉപദ്രവിക്കാൻ അവർ ഒരു സംഭവം തലക്കടിക്കുന്നു, പഴയ സിനിമയിൽ ചത്തുപോകുന്നു, ഉണ്ടായില്ലേ? അപ്പൊ ആ ആക്ടിനിടെയുള്ള റിയാക്ഷൻ, ദാറ്റ് ഷുഡ് ബി എ ഡിഫൻസ് ആയിരിക്കണം കേട്ടോ. റോഷ്മ ഒരാൾ പിന്നെ ഒരു വടി വെച്ച് അടിക്കാൻ വന്നപ്പോൾ റോഷ്മ തോക്കെടുത്ത് അവന് വെടിവെക്കാൻ പാടുണ്ടോ? ഇറ്റ്സ് നോട്ട് എ ഡിഫൻസ്. നിങ്ങൾക്ക് ആ ഒരു ത്രെറ്റിലുണ്ടാകുന്ന സമയത്ത് ആ ഒരു മൊമെന്ററി നിങ്ങൾക്ക് ലീഗൽ ഫോഴ്സ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പോലീസ് ഫോഴ്സിനെ വിളിച്ചാൽ നമുക്ക് വരുന്നില്ല. യു ക്യാൻ യൂസ് ദാറ്റ് റിയാക്ഷൻ. ദാറ്റ് ഈസ് പ്രൈവറ്റ് ഡിഫൻസ്. ഡിഫൻസ് എന്നാണ് കണ്ടോ. അത് നമുക്ക് കോടതി ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ ഏത് കേസിലും പ്രൈവറ്റ് ഡിഫൻസ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതിന് നിയമങ്ങളുണ്ട്, ഞാൻ പറഞ്ഞുകൊണ്ട്. ഇറ്റ് ഷുഡ് ബി എ ഡിഫൻസ് ആയിരിക്കണം. ഇറ്റ് ഈസ് ടിറ്റ് ഫോർ ടാറ്റ്. നോട്ട് അല്ലെങ്കിൽ ഞാൻ ജോൺ സാറിനെ വരട്ടാൻ അവിടെ സാറിൻ്റെ അടുത്ത് പോയി, ഞാൻ അങ്ങ് ഇറങ്ങി കഴിഞ്ഞു, സാർ എന്നെ വന്നിട്ട് ഞാൻ ഇറങ്ങി തിരിച്ചു പോയി. അപ്പോൾ സാറിന് ആ ത്രെട്ട് മാറി, അപ്പോൾ സാർ എന്നെ അറ്റാക്ക് ചെയ്യുന്നു. ഇറ്റ് ഈസ് നോട്ട് പ്രൈവറ്റ് ഡിഫൻസ്. ഒരു ആക്ട് സമയത്ത് അതേ സമയത്ത് കൊടുക്കുന്ന റിയാക്ഷൻ. ഫോർ എക്സാമ്പിൾ, നമ്മൾ റോഡിൽ കൂടെ പോകുന്നു, റോഷ്മയുടെ മാല ഒരാൾ പൊട്ടിക്കാൻ ശ്രമിക്കുന്നു, റോഷ്മ തട്ടിയപ്പോൾ അവൻ ബൈക്കിൽ വീണു. ചിലപ്പോൾ അവൻ മരണപ്പെട്ടെങ്കിലും നിങ്ങൾക്കൊരു കേസ് വരും. കാരണം ഇന്നത്തെ കാലത്ത് അറിയാമല്ലോ, പോലീസ് എല്ലാവരും കേസ് എടുക്കും. ബട്ട് ഇറ്റ് ഈസ് എ വാലിഡ് ഡിഫൻസ് ഫോർ യു ബിഫോർ ദാറ്റ് കോർട്ട്. പോലീസ് പോലും അറിഞ്ഞു കഴിഞ്ഞാൽ ക്രൈം എടുക്കത്തില്ല. ദാറ്റ് ഈസ് പ്രൈവറ്റ് ഡിഫൻസ്. അത് പ്രകൃതിയാലുള്ള റൈറ്റ് ആണ്. അത് IPC പറയുന്നത്. സെക്ഷൻ 96 to 106 Indian Penal Code deals with private defense. You can have defense of your own body. കൊല്ലാൻ പറ്റുമോ? can even against a mental patient, അറിയാമോ? മെന്റൽ ആളാണെങ്കിലും നമുക്ക് ഡിഫെൻഡ് ചെയ്യാം. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ പ്രൈവറ്റ് ഡിഫൻസിന്റെ ക്ലെയിം, ആ ഡിഫൻസ് നമുക്ക് ഈ കോർട്ട് പ്രൊസീഡിംഗ് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ സർ, പുള്ളിക്കാരി ഒരു താങ്ക്സ് ഇട്ടിട്ടുണ്ട്. ഐ തിങ്ക് ഇപ്പൊ നമ്മള് 12 കഴിഞ്ഞു. ആൻഡ് പിള്ളേർ എനിക്ക് തോന്നുന്നു കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ അവരെ വളരെ വാലിഡ് ആയിട്ടുള്ളതാണ് ചോദിച്ചത്. ആൻഡ് സാർ ഇത്രയും സമയം ഞങ്ങളുടെ കൂടെ നന്നായിട്ട് സ്പെൻഡ് ചെയ്തു. വളരെ സാറിന് ഒരു വോട്ട് ഓഫ് താങ്ക്സ് ഞങ്ങളുടെ കുട്ടികൾ ഇപ്പൊ പറയും. അതിന് ഞാൻ എലിസബത്തിനെ ക്ഷണിക്കുന്നു. എലിസബത്ത്, വോട്ട് ഓഫ് താങ്ക്സ് പറഞ്ഞോളൂ. മനസ്സ് നന്നാവട്ടെ. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ സുഷ ഡി മിസ്, റിസോഴ്സ് പേഴ്സൺ അഡ്വക്കേറ്റ് ശ്യാംജി സംസ, പ്രോഗ്രാം ഓഫീസേഴ്സ്, പ്രിയ NSS വോളണ്ടിയേഴ്സ്, എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം നന്ദി അറിയിക്കുക എന്നതാണ്. ആദ്യമായി ഞങ്ങളെ നല്ല മാർഗനിർദ്ദേശങ്ങൾ തന്ന് സപ്പോർട്ട് ചെയ്യുന്ന അടൂർ സെന്റ് സിറിൽസ് കോളേജ് പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട ഡോക്ടർ സുഷ ഡി മിസിനോടുള്ള നന്ദി പ്രോഗ്രാം ഓഫീസിന്റെ പേരിലും കോളേജിന്റെ പേരിലും കോളേജ് യൂണിറ്റിന്റെ പേരിലും പെടുത്തിക്കൊള്ളുന്നു. അടുത്തതായി, ഈ പ്രോഗ്രാമിന് വേണ്ടി തന്റെ വിലപ്പെട്ട സമയം മാറ്റിവെച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട നിയമങ്ങളെ പറ്റിയും ശിക്ഷകളെ പറ്റിയും ഒരു നല്ല ക്ലാസ്സിലൂടെ നമ്മെ ബോധവാന്മാരാക്കിയ റിസോഴ്സ് പേഴ്സൺ അഡ്വക്കേറ്റ് ശ്യാംജി സാറിനോടുള്ള നന്ദി കോളേജിന്റെ പേരിലും പ്രോഗ്രാം ഓഫീസേഴ്സിന്റെ NSS യൂണിറ്റിന്റെ പേരിലും രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അടുത്തതായി,
ഞങ്ങൾ NSS വോളണ്ടിയേഴ്സിന് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ ഈ പ്രോഗ്രാമിന് മുൻകൈ എടുത്ത പ്രിയ പ്രോഗ്രാം ഓഫീസേഴ്സ് ഡോക്ടർ ജോൺ മേജർ തോമസ് സാറിനോടും ഡോക്ടർ നിഷ മാത്യു മിസ്സിനോടുമുള്ള നന്ദി വോളണ്ടിയേഴ്സിന്റെ പേരിലും NSS യൂണിറ്റിന്റെ പേരിലും രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അടുത്തതായി നന്ദി പറയേണ്ടത് സെന്റ് സിറിൽസ് കോളേജ് അടൂർ NSS യൂണിറ്റിന്റെ ശക്തരായ വോളണ്ടിയേഴ്സിനോടാണ്. ഈ പ്രോഗ്രാമിനെ വിജയിപ്പിച്ച നിങ്ങൾ ഏവരോടുമുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി.